പേര് പറയണോ കോക്കിന്റെ ഒക്കെ റിവ്യൂ ഉണ്ടല്ലോ. ഞാൻ പേഴ്സണലി എനിക്ക് എന്റെ വൈഫിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ പ്രസന്റേഷനും കാര്യങ്ങളും. എന്ന് വിചാരിച്ച് ആ സിനിമ കാണാതിരിക്കോ, അത് നമ്മുടെ പേഴ്സണൽ ചോയ്സാ. പക്ഷെ നമ്മൾ ഈ സിനിമ കാണുമ്പോ ഇതിന്റെ ബഡ്ജറ്റ് എന്താണെന്ന് നമ്മൾ വിചാരിക്കില്ലേ? ആ ബഡ്ജറ്റ് പക്ഷെ ആയിട്ടുണ്ടാവില്ല. മിനിമം ഒരു 7 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ എന്തായാലും ഒരു രാത്രി ചെലവുണ്ട്. പ്ലസ് ഈ ഒരു പരിപാടിക്ക് നമ്മൾ ഈ ഫൈറ്റേഴ്സിന്റെ ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ രാത്രിക്ക് ഒരു 12 ലക്ഷം രൂപയാണ് അവർ പറയുന്നത്. ജ്യോതിഷ് വിളിച്ചൊരു ദിവസം ഓപ്പൺ ആയിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ മൈക്കിലെ ആൾക്കാരോട് ചോദിച്ചു, കാന്താര എല്ലാരും കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഇഷ്ടപ്പെട്ടു. അതിന്റെ കൂടെ നമ്മൾ കണ്ടിറക്കി നിങ്ങൾ കാണുമോ? ഇല്ല. എന്നാ പിന്നെ ഞങ്ങൾ മാറ്റിക്കോ. ആയിട്ടുള്ള ഒരു ആക്ടർ ഒക്കെയാണ്. അപ്പൊ കമ്പയർ ചെയ്യുന്നതിൽ സന്തോഷം. പക്ഷെ കമ്പയർ ചെയ്യാൻ ഞാൻ ആരുമല്ല. അപ്പൊ നിങ്ങൾ ചെയ്തോളൂ. അവന് സന്തോഷം. വേണ്ട ഇതൊക്കെ പിന്നെ തിരിച്ചൊക്കെ വരും. എന്തിനാ വെറുതെ. നിലാശിനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി കഴിവുള്ള കുട്ടിയാണ്. ഒരു കഴിവേറി തന്നെ. നെല്ലിക്കമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി കുറച്ച് യങ് സ്റ്റാർസ് ആണ് ഇന്ന് ഇൻവേർട്ടഡ് സ്റ്റുഡിയോയുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം ശരത് സഭ, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, മാത്യു ആൻഡ് നൗഫൽ അബ്ദുള്ള ടു അവർ ഷോ. എല്ലാവരും പ്രൊമോഷൻ തിരക്കുകളിലൊക്കെയാണ്. സകല കോളേജുകളും ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ. എങ്ങനെ പോകുന്നു പ്രൊമോഷൻസ് ഒക്കെ? എങ്ങനെ പോകുന്നു? എങ്ങനെയാണ്? പടത്തിന്റെ സെറ്റ് ആണോ പ്രൊമോഷൻസ് ആണോ? വിച്ച് വൺ കൂടുതൽ ഫൺ ആയിട്ടുള്ളത്? സെറ്റ് തന്നെയാണ്. സെറ്റ് ആണ് കൂടുതൽ ഫൺ. ഡിഫറെന്റ് ഒപ്പീനിയൻ ആണോ? ഒന്ന് ചിന്തിക്കേണ്ടി വന്ന പോലെ. പക്ഷെ ഡയറക്ടർ പ്രൊഡ്യൂസർ ഒക്കെ സെറ്റ് ആവാൻ ഇവരെ കൂട്ടിയിട്ട് നമ്മൾ ഈ പരിപാടിയും കൂടെ വരണം. Okay, then let's start with the master brain, Naufal Abdullah. Let's talk about the title. നെല്ലിക്കമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്താണ്? ഒരു ക്ലബാണോ? ഒരു ഗ്രാമത്തിന്റെ പേരാണോ? എന്താണ് നെല്ലിക്കമ്പോയിൽ? എന്താണ് ഈ ടൈറ്റിലിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടോ? നെല്ലിക്കമ്പോയിൽ എന്ന് പറയുന്നത് അതൊരു വില്ലേജ് ആണ്. ഒരു നെല്ലിക്കമ്പോയിൽ എന്ന് പറയുന്ന ആക്ച്വലി ഒരു കണ്ണൂരിലുള്ള ഒരു സ്ഥലമാണ് അത്. പക്ഷെ നമുക്ക് ഈ പേര് ചൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ സ്ഥലമാണെന്ന് അറിയില്ലായിരുന്നു നെല്ലിക്കമ്പോയിൽ എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ നെല്ലിക്കമ്പോയിൽ ഒരു തമിഴ്നാട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു കേരളത്തിലൊരു സ്ഥലമാണ്, ഫിക്ഷണൽ സ്ഥലം. അവിടെ ഈ നെല്ലിക്കമ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും രാത്രിയൊക്കെ ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പേടിയും ഒക്കെയുള്ള ഒരു വില്ലേജാണ്. അപ്പോൾ അത് മാത്യുവിൻ്റെയും സഭ, റോഷൻ, മീനാക്ഷിയുടെയൊക്കെ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ഫണ്ണിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഫണ്ണുണ്ട്, എൻ്റർടൈനറാണ്, ഹൊററാണ്, ഫാൻറ്റസിയാണ്, ത്രില്ലറാണ്, എല്ലാത്തരം ജോണറും ഭയങ്കര ഓർഗാനിക് ആയിട്ട് വന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നെല്ലിക്കമ്പോയിൽ നിന്ന് പേരിടാൻ കാരണം നൈറ്റ് റൈഡേഴ്സ് എന്നായിരുന്നു ആദ്യമായിട്ട്. നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുമ്പോൾ പലർക്കും കൺവിൻസ്ഡ് ആവണില്ല. മറ്റേ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയാണോ, പിന്നെ നൈറ്റ് വണ്ടി ഓടിച്ച് പോണ റൈഡേഴ്സിന്റെ പരിപാടിയാണോ? നൈറ്റ് റൈഡേഴ്സ് അതാണ് ലിറ്ററൽ മീനിങ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോ അതൊന്നും ഒരു വ്യത്യാസം കിട്ടാനും ഒരു ഇതിന്റെ തന്നെ വേറൊരു കോൺട്രാസ്റ്റിലും കൂടെ ചിന്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നെല്ലിക്കമ്പോയിൽ ഒരു സ്ഥലത്തിന്റെ പേര് നമ്മൾ ഇടുന്നത്. അപ്പൊ ഒരു ഹൊറർ കോമഡി മൂവിയാണോ ഇത്? ഹൊറർ കോമഡിയിൽ മാത്രം ഒതുക്കാൻ പറ്റില്ല. എന്റെ ഒരു കൃത്യമായുള്ള ഒരു ജോണർ പറയുന്ന ഒരു വീഡിയോ ഞങ്ങൾ അടുത്ത ദിവസം ഷൂട്ട് ചെയ്യാൻ അല്ല. ശരിക്കും ഏത് ജോണറിലാണ് ഈ മൂവിനെ പെടുത്താൻ പറ്റുക? അതാ പറഞ്ഞ നമുക്ക് ഒരു ജോണറിൽ ഒതുക്കാൻ പറ്റില്ല. അതിപ്പോ ഞാൻ ജോണറിൽ ഉപരി വേറൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മളൊരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുമ്പോൾ അവിടെ നമ്മൾ എന്റർടൈൻ ചെയ്യപ്പെടണം അല്ലെ. അത്തരം എല്ലാ പോസിബിലിറ്റീസും ഉള്ള, നേരത്തെ പറഞ്ഞ ഭയങ്കര ഓർഗാനിക്കലി ഇത്തരം എല്ലാം ഉള്ള, അതായത് റൊമാൻസ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, ത്രില്ലറാണ്, ഫണ്ണാണ്, ഒരു ഓൾ ഇൻ വൺ. അതെ അതെ അതെ, അങ്ങനെ ഒരു പാക്കേജ് ആണ്. നൗ കമ്മിങ് ടു യു ആർ ദ മാസ്റ്റർ ബ്രെയിൻ. ഒരു എഡിറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു എഡിറ്റർ ടു ഡയറക്ടറിലേക്ക് വരുമ്പോൾ ഒരു എഡിറ്റർക്ക് കറക്റ്റ് ആയിട്ട് എവിടെ കട്ട് ചെയ്യണം, എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അത് ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ലേ?
എങ്ങനെയാണ് ആ ഒരു ഷിഫ്റ്റ്, എഡിറ്റർ ടു ഡയറക്ടർ ഷിഫ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? ആക്ച്വലി എഡിറ്റർ ഡയറക്ടർ ആകുമ്പോൾ ഭയങ്കര ഈസിയാന്ന് പൊതുവെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പറയാറുണ്ടെങ്കിലും അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്. നമ്മള് അതിന് ഫിസിക്കലി അതിന് ഇറങ്ങുമ്പോഴാണ് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ, കാരണം ഞാൻ ഒരു ഡയറക്ടർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളല്ല. സെറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ട്, പല സിനിമകൾ എഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ട് സ്പോട്ട് എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് നേരത്തെ മുതൽ ഒരു 10-18 വർഷത്തോളമായിട്ട് ഞാൻ പരിചിതമായിട്ടുള്ള ഒരു ഏരിയയാണ് എനിക്കത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റും ആണ്, എഡിറ്റിംഗ് അറിയാമെന്നുള്ള ഒരു കോൺഫിഡൻ്റ് ആണ് സത്യം പറഞ്ഞാൽ സംവിധായകനാക്കിയത്. കാരണം ട്രിക്കി ആയിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും എല്ലാവരും ആ സമയത്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, കൺഫ്യൂഷൻ ആയിരിക്കും എല്ലാവർക്കും. പിന്നെ അതെങ്ങനെയൊക്കെ ജോയിൻ ചെയ്ത് വരിക എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവും. ആ ഒരു ധാരണയിൽ എല്ലാവരും എന്നെ വിശ്വസിക്കായിരുന്നു. പിന്നെ ഡബ് ചെയ്യാനൊക്കെ വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഏതാണ് എളുപ്പം തോന്നുന്നത്, എഡിറ്റിംഗ് ആണോ ഡയറക്ടിംഗ് ആണോ? അങ്ങനെ എളുപ്പം എന്നുള്ളത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ, ഓരോന്നിനും ജോലിയായിട്ട് കാണുന്നില്ല ഇതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയിലെല്ലാം ഇഷ്ടം. ഓക്കെ. ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് അത്ര ലേറ്റ് ആയപ്പോ ഞാൻ അടുത്ത സിനിമക്ക് മ്യൂസിക് വരെ ചെയ്താലോ. എല്ലാം ഓൾ ഇൻ വൺ ആണോ? അല്ല, അത് തമാശ പറഞ്ഞ. ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ട് ലൈക്ക് എങ്ങനെയാണ് സിനിമയിലോട്ട് വരുമ്പോഴേ ഒരു ഡയറക്ഷൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അതോ എഡിറ്റിംഗ് തന്നെയായിരുന്നു മെയിൻ? ബേസിക്കലി ഞാൻ എൻ്റെ വളരെ ചെറുപ്പത്തിൽ സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്ത് തുടങ്ങിയതാ. എൻ്റെ 19ാമത്തെ വയസ്സിൽ വർക്ക് ചെയ്ത് തുടങ്ങിയതാ. എഡിറ്റർ ആയിട്ട് തന്നെയാണ്? അസിസ്റ്റന്റ് എഡിറ്റർ ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ ഡോൺ മാക്സ് എന്ന് പറഞ്ഞ എഡിറ്ററുടെ കൂടെ. അപ്പോൾ വർഷങ്ങളോളം 8 വർഷത്തോളം പുള്ളിയുടെ കൂടെ തന്നെ ആയിരുന്നു ഞാൻ. അപ്പോൾ എഡിറ്റിംഗ് അറിഞ്ഞുകൊണ്ടല്ല സിനിമയിൽ, ഒരു സിനിമ ഭയങ്കര എന്താ പറയാ, എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതലേ. കാരണം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ഒറ്റപ്പാലല്ല. എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ അവിടെ ഇഷ്ടം പോലെ സിനിമകളുടെ ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ സിനിമയിൽ നമുക്ക് എല്ലാവർക്കും പൊതുവെ സിനിമയെ കുറിച്ച് അറിയാത്തവരെ ആദ്യമായിട്ട് സിനിമനെ ഇഷ്ടപ്പെടുക, സിനിമയിൽ അഭിനയിക്കണം, അതായിരിക്കും ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാടുവിടേണ്ടേക്ക് വന്ന് സിനിമയിലെത്തി. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ടാണ് ഡോൺ മാക്സിന്റെ കൂടെ എഡിറ്റിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഞാൻ എഡിറ്റിംഗ് അസിസ്റ്റന്റ് ആണോ എന്താണ് ഈ പരിപാടി ഒന്നും അറിഞ്ഞുകൊണ്ടൊന്നുമില്ല. എഡിറ്റിംഗ് അസിസ്റ്റന്റ് ആയിട്ട് മറ്റേ സ്പോട്ടിൽ കേബിൾ കണക്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ പണ്ട് മറ്റേ ഫിലിമിലായിരുന്നല്ലോ ഷൂട്ട്. ക്യാമറയിൽ നിന്ന് സിസ്റ്റത്തിലോട്ട് കേബിൾ കണക്ട് ചെയ്യണം വീഡിയോ ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയായിരുന്നു പരിപാടി. അപ്പൊ ആ കൂട്ടത്തിൽ ഞാൻ ഗുണ്ട് എന്ന് പറയും, ഈ മറ്റേ വെയിറ്റില്ലേ ക്രെയിനിന്റെ പുറത്തൊക്കെ ഇടുന്ന കട്ട സാധനങ്ങൾ ഗുണ്ട് എന്ന് പറയാം. ഇതൊക്കെ ഞാൻ എടുത്ത് ഹെൽപ്പ് ചെയ്യും, ചായ ഗ്ലാസ് കൊണ്ടുപോകും, കാരണം അറിയില്ലല്ലോ. അപ്പോ അങ്ങനെ പിന്നെ ഞാൻ പ്രാക്ടിക്കലി എഡിറ്റിംഗ് പഠിച്ചു. ഒരു എഡിറ്ററായുള്ള ധാരണ എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴോ ആണ് ഈ സിനിമ അങ്ങനെ ഒരു ട്രാവൽ തുടങ്ങിയപ്പോൾ അതുമായിട്ടുള്ള ബന്ധങ്ങളും സുഹൃത്തുക്കളൊക്കെ ആയി തുടങ്ങിയപ്പോൾ കഥകളും ആലോചിക്കാനും ചെറിയ ചെറിയ പരിപാടികൾ ഡിസ്കസ് ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ കൂടെ അത്തരം പരിപാടികളായിട്ട് കയറി പതുക്കെ ഡയറക്ഷനിലോട്ടുള്ള താല്പര്യം വന്നു. എഡിറ്റിംഗ് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവർക്കും എന്നോടുള്ളൊരു വിശ്വാസം ആണ് ഈ സിനിമ ഉണ്ടാവാൻ കാരണം. അതല്ലല്ലോ ചോദിച്ചല്ലേ. ഈ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രോജക്റ്റ് ഇത് തന്നെയായിരുന്നു ഫസ്റ്റ് പ്രോജക്റ്റ് ആയിട്ട് വിചാരിച്ചിരുന്നത്? നേരത്തെ 1-2 സിനിമകളുടെ പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഒന്ന് കൊറോണയുടെ മുന്നേ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ കൊറോണയുടെ ഒരു പീരീഡ് കഴിഞ്ഞ് ഒരു 2-3 വർഷമായപ്പോൾ എനിക്ക് അതിലൊരു എക്സൈറ്റ്മെന്റ് ഇല്ലാതെ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യായിരുന്നു. പിന്നെ ഈ അടുത്ത് അതിനെ കുറിച്ച് പറയേണ്ട തോന്നുന്നു നമുക്ക്. ഈ ഇതിന്റെ കഥ കേട്ട സമയത്ത് ഇതാണ് ദിസ് ഷുഡ് ബി മൈ ഡയറക്ടോറിയൽ ഡെബ്യൂ എന്ന് തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു? ഉറപ്പായിട്ടും അതിൽ ഒറ്റ വാക്കിൽ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു എലമെന്റ് ഉണ്ട്, അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ അതാണ് മേജർ പരിപാടി. നമ്മുടെ നാടുകളിലൊക്കെ എപ്പോഴും കേട്ടോണ്ടിരുന്നതല്ല, നമ്മൾ അറിഞ്ഞിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഫാമിലി അങ്ങനെയൊക്കെ പലർക്കും അറിയാവുന്ന, എല്ലാവർക്കും അറിയണ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തോട്ടാണ് എൻ്റെ ഒരു ബേസിക് ലൈൻ. പിന്നെ എനിക്ക് ഒരു ഹുക്കിംഗ് പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഥ പറയുമ്പോൾ ഇതിൽ മാത്യു ചെയ്യുന്ന ക്യാരക്ടറിന് ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ട്, ഒരു 5ാമത്തെ വയസ്സിൻ്റെ ആ ട്രോമയുടെ റീസൺ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അവന്മാർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കൊള്ളാം, ഇത് പിടിക്കാം എന്നുള്ളൊരു തീരുമാനം
അവിടെ മുതലേ അങ്ങോട്ട് എടുത്ത പിന്നെ പിന്നെ മൊത്തത്തിൽ കേട്ട് ഇത് ഇഷ്ടപ്പെട്ടത് കാരണം ഈ ഒരു ഈ ട്രോമയുടെ കാര്യം പറഞ്ഞല്ലോ, ആ ഒരു പരിപാടി ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം ഇവന്മാര് ബാക്കി പറഞ്ഞതൊക്കെ എനിക്കിങ്ങനെ വർക്കാകാം, ഞാൻ അതിന്റെ കൂടെ ആയിപ്പോയി. അവന് ഉറപ്പായിട്ട് കേട്ട് കഴിഞ്ഞപ്പോഴേ മാത്യുവിനെ വിളിച്ചു, ഫ്രീ ആണോ ഇപ്പോഴേ കേൾക്കാൻ പറ്റുമോ? മാത്യു പറഞ്ഞു. ആദ്യം യു ഹാഡ് മാത്യു ഇൻ മൈൻഡ്. അതെ അതെ, ആദ്യമേ മാത്യു എന്നാണ്. അതെന്താ അങ്ങനെ വിചാരിക്കാൻ തോന്നാൻ കാരണം? അല്ല, നമുക്ക് ഇന്നൊരു യുവാവിനെയാണ് വേണ്ടത്. ഒരു 25 വയസ്സ് ഒക്കെ തോന്നിക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി എൻ്റെ കൺട്രോളിലാവണം എന്നുള്ളതല്ല, എന്നാൽ പോലും കാരണം ഞാൻ ഡയറക്ടർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ലല്ലോ, ഒന്നും അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയില്ല. അപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. നമ്മൾ അതായത് സെറ്റിൽ എങ്ങനെ പിന്നെ കണ്ടുപരിചയങ്ങളുള്ള എൻ്റെ ഈ പറഞ്ഞ പോലെ ഷാജി കൈലാസ് പോലത്തെ ആളുകളൊക്കെയാണ് എൻ്റെ ഒരു ഗുരു എന്നൊക്കെ ഞാൻ മനസ്സിൽ കാണുന്ന ആളുകൾ. അവരുടെ കൂടെ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ ടെക്നിക്കലി ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അതുപോലെ എന്താ പറയുക, പിന്നെ എല്ലാവരും മാനേജ് ചെയ്യേണ്ട ഒരു പ്രോസസ്സിലാണ് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വേറെ അല്ല അതാണ്. അപ്പൊ നമുക്കൊരു യുവാവിനെ തന്നെ വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു സ്റ്റാറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോൾ മേ ബി ഞാൻ എഡിറ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ കേൾക്കാനുള്ള ഒരു അവസരം കിട്ടുമായിരിക്കും. പക്ഷെ 2 വർഷം 3 വർഷത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ്, കാരണം 1-2 സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു 6-7 വർഷം കളഞ്ഞതാ. അല്ല, സ്റ്റാർ അല്ല എന്നല്ല ഞാൻ പറയണത്, സ്റ്റാർ അല്ല എന്നല്ല പറയണത്. അപ്പോ എനിക്ക് ഞാൻ അതിന്റെ തൊട്ട് മുന്നേ നെയ്മർ എന്ന് പറഞ്ഞവർ അഭിനയിച്ച പടം അവർക്ക്, അപ്പൊ അതിന്റെ ഡയറക്ടർ സുധീർ എടുത്ത് ചോദിച്ചാല് മറ്റേ മാത്യുക്ക് എങ്ങനെയാടാ, അലമ്പാണോ അതോ നമുക്ക് പിടിച്ചാൽ സെറ്റ് ആവോ എന്ന് ചോദിച്ചു. ഇക്ക വിളിക്കുക, അത് ഞാൻ അപ്പൊ തന്നെ നമ്പർ അയക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ മാത്യു മടിച്ചു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് കയറി ഹെഡ് ചെയ്തിട്ട് സംസാരിക്കാനും ഒക്കെ. പക്ഷെ വിളിച്ചു. മാത്യുവിന് ഭാഗ്യത്തിന് എന്നോട് റെസ്പെക്ട് ഉള്ളതുകൊണ്ട് വാന്നും പറഞ്ഞ് നേരെ പോയി കഥ പറഞ്ഞത്. അപ്പം ഈ മാത്യുവിന് ഓൾറെഡി മനസ്സിലുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഇഫ് മാത്യു ഹാഡ് സെഡ് നോ ടു ദ മൂവി? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? എങ്ങനെ മാത്യു ഇതിനോട് നോ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? എന്ത് ചെയ്യും എന്നുള്ള? ഇല്ല, അത് പറഞ്ഞല്ലോ, ഈ കഥ കേട്ട ആർക്കും ഇഷ്ടപ്പെടും. അതാണ് കോൺഫിഡന്റ് ഉണ്ടായത്. ഐ ലൈക്ക് ദാറ്റ് കോൺഫിഡൻസ്. ഇനി യുവാവിലേക്ക് വരുമ്പോ മാത്യുവിന് മൊത്തത്തിലൊരു സിനിമ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല. എന്തിനാ മാത്യു അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്, ആദ്യം മനസ്സിലുണ്ടായെന്ന് പറഞ്ഞപ്പോ ചോദിച്ചത്. ഓക്കെ, നമുക്ക് മലയാളികൾക്ക് മാത്യു എന്ന് പറഞ്ഞാൽ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ആണ്. നമ്മുടെ വീട്ടിലുള്ള ഒരു പയ്യൻ. നമ്മൾ വി സീ യു ഗ്രോ, വി ഹാവ് സീൻ യു ഗ്രോ. കുമ്പളങ്ങി നൈറ്റ്സ് തൊട്ടിട്ട് തണ്ണീർമത്തൻ ഇങ്ങനെ വളർന്നു വരുന്നത് നമ്മൾ കാണാണ്. അപ്പം എപ്പോഴെങ്കിലും ഈ ഒരു അത് അറിയാലോ ഓൾറെഡി ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ആണെന്ന്, ആ ഒരു ഇമേജ് നിന്ന് മാറണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇമേജ് ഉണ്ടല്ലേ? അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ഇമേജ് ഉള്ളത്. അല്ല, സന്തോഷമുണ്ട് ആൾക്കാർ അങ്ങനെ അവർക്ക് റിലേറ്റബിൾ ആവുക എന്നുള്ളതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യം. അത് അങ്ങനെ മാറണം എന്നൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അല്ല, അങ്ങനെയല്ല, നല്ലൊരു കാര്യമാണല്ലോ, അത് അങ്ങനെ മാറേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ സിനിമയാണേലും ബോയ് നെക്സ്റ്റ് ഡോർ തന്നെയാണ് ഇവൻ. ശ്യാം എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള റിലേറ്റബിൾ ആണ്. പക്ഷെ എന്നാൽ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് പോലെ അല്ല. ശ്യാം കുറച്ചും കൂടെ മെച്ചുവേർഡ് ആണ്. അപ്പൊ അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ബോയ് നെക്സ്റ്റ് ഡോർ അല്ലാണ്ട് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് മേ ബി ഒരു നെഗറ്റീവിലൊക്കെ ചെയ്യണോ എന്നോ ആഗ്രഹമുണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് എല്ലാം ട്രൈ ഔട്ട് ചെയ്യണം അല്ലോ. പക്ഷെ അങ്ങനെ ഇതിന്ന് മാറി വേറെ ഇത് ഇനിയിപ്പോ ചെയ്യണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ ബോയ് നെക്സ്റ്റ് ഡോർ ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു ഇല്ല. അഡ്വക്കേറ്റ് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, ഞാൻ കേട്ടു LLB ആണ് പഠിച്ചേ, പാസ്സായേ, എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്നിട്ട് എന്ത് പറ്റി ഈ ഒരു ആ ഒരു LLB അഡ്വക്കേറ്റ് ടു ഈ ഒരു മൂവിയിലോട്ടുള്ള ജേർണി എങ്ങനെയായിരുന്നു? അത് എനിക്ക് മൂവീസ് ആണ് ഇഷ്ടം ചെയ്യാൻ, എന്റെ പാഷൻ. ഞാൻ 5 years ലോ ചെയ്തു കുസാറ്റില് സ്കൂള് കഴിഞ്ഞിട്ട്. ആ ചെയ്യുന്ന ടൈമിലാണ് എനിക്ക് എന്റെ ഫസ്റ്റ് മൂവിയിലേക്കുള്ള കോള് വരുന്നത്.
അത് ചെയ്ത് എങ്ങനെയായിരുന്നു ഫസ്റ്റ് മൂവിയിലേക്കുള്ള? അത് ഞാൻ ഒരു ഫോട്ടോ, ഞാനും അമ്മയും കൂടെ എൻ്റെ വീട്ടിൽ വെക്കാനുള്ള പണ്ടത്തെ ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അനീഷ് ഉപാസന എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, ഈസ് ഓൾസോ ഡയറക്ടർ. അപ്പോൾ പുള്ളിക്ക് പാലാരിവട്ടത്തൊരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊന്നും അറിയാതെ തന്നെ അവിടെ പോയി ഫോട്ടോസ് കൊടുത്തു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഫോട്ടോസ് ഉണ്ടായിരുന്നു അതിനകത്ത്. അത് കണ്ട് എൻ്റെ അച്ഛൻ ഫിലിം ഫീൽഡിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. ഹി യൂസ് ടു ബി ഒരു കൺട്രോളർ. പിന്നെ രൂപവാണി പ്രൊഡക്ഷൻസ് ഒക്കെ അച്ഛൻ്റെ ആയിരുന്നു, സീരിയൽ ഹൗസ് പ്രൊഡക്ഷൻസ് ഒക്കെ. ഉണ്ണി രൂപവാണി എന്നാണ് ഫിലിം ഫീൽഡിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അച്ഛനെ റെക്കഗ്നൈസ് ചെയ്തു അനീഷേട്ടൻ. എല്ലാരും മറന്നു പോകുന്നുണ്ടല്ലോ, ചോദ്യം മറന്നു പോയിട്ട് വേറെ എവിടെയോ സോൺ ഔട്ട് ആവുന്നത് ഇത്. ഒരു സെക്കൻഡ് അതാണെന്ന് തോന്നുന്നു. എങ്ങനെ വന്ന് ബിൽഡപ്പ് ഒന്നും വേണ്ട. ഞാൻ പറയണ്ടതിന്റെ ഉത്തരം എനിക്കറിയാം. ഓക്കെ, ഞാൻ പറയണോ? എനിക്കറിയാം. ഫോട്ടോ ഈ സ്റ്റുഡിയോയിലല്ലേ അച്ഛനെ റെക്കഗ്നൈസ് ചെയ്ത് എന്നെ വിളിച്ചു. എന്റെ ഫോട്ടോസ് കണ്ടിട്ട് ഫോട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടു. വാങ്ങിക്ക ടീമിലേക്ക് എത്തി. അങ്ങനെയാണ് ആദ്യത്തെ പടത്തിലേക്ക് വരുന്നത്. ഓഡീഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല എനിക്ക് അറിയൂടാ. സ്ട്രേറ്റ് എൻട്രി. അഭിലാഷിനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി കഴിവുള്ള കുട്ടിയാണ്, ഒരു കഴിവേറി തന്നെ. കട്ട് ചെയ്തോട്ടെ. പക്ഷെ വാഴയിലേക്ക് വരുന്നത് ഞാൻ ഓഡിഷൻ വഴിയാണ്. അതെ. ഈ ഒരു വാങ്ക് ടു വാഴ ഒരു ഗ്യാപ്പില്ലേ, ആ സമയത്ത് എങ്ങനെയാ? ഞാൻ ലോ പഠിക്കാൻ പോയി. ഓക്കെ, പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് വാങ്ക് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 2 വർഷം കൊറോണ കൊണ്ടുപോയി. അത് കഴിഞ്ഞാണ് ഞാൻ എൻറോൾ ചെയ്തു കോർപ്പറേറ്റ് ലോ ഫേമിൽ. ഒരു 2 മാസം പണിയെടുത്തപ്പോഴാണ് അടുത്ത പടം വരുന്നത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോ ഉടനെ തന്നെ വാഴയുടെ ഓഡിഷൻ വന്നു. അങ്ങനെയാണ് പിന്നെ വാഴയിലേക്ക്. ഈ ലോ ഫേമിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ 2 മാസം, അപ്പോഴാണ് ഈ ഓഡീഷന് പോയത് വാഴയുടെ? ലോ ഫേമിൽ അല്ല, കോളേജിൽ പഠിക്കുമ്പോ. കോളേജ് പഠിക്കുമ്പോൾ വാഴയുടെ ഓഡിഷന് പോയി, പിന്നെ വർക്ക് ചെയ്തു, എന്നിട്ട് തിരിച്ച് സിനിമയിലേക്ക് വന്നു. എന്തിനാ ഇത്ര കോംപ്ലിക്കേറ്റഡ്? സിനിമയിലെത്തി. ഹൗ വാസ് യുവർ പാരന്റ്സ്? ഹാപ്പിയാണ്. കുഴപ്പമില്ല. അവരെപ്പോഴും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. വാഴ കണ്ടു കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? അമ്മ ഇസ് വെരി ഹാപ്പി. അച്ഛൻ ഇപ്പൊ ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അമ്മ ഭയങ്കര ഹാപ്പിയാണ്, ഫുൾ സപ്പോർട്ടീവ് ആണ്. ഡിസിഷൻ ഒക്കെ ഞാൻ തന്നെയാണ് എപ്പോഴും എടുക്കുന്നത്. ശരത് സഭ പേര് തന്നെ ഭയങ്കര വെറൈറ്റി ആണ്. എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? അല്ലെങ്കിൽ ശരിക്കും അതന്നെയല്ലേ പേര്? ശരിക്കും അതല്ല പേര്. ശരിക്കും പേരെന്താ? ശരത് കുമാർ. ശരത് കുമാർ. ഈ സഭ എങ്ങനെയാ വന്നേ? സ്വന്തമായിട്ടാണ്. എന്താണ് ഈ സഭയ്ക്ക് പിന്നിലുള്ള കഥ? സഭയ്ക്ക് പിന്നില് ഒരു സിനിമയില്, ഒരു തമിഴ് സിനിമയിലെ ഒരു ക്യാരക്ടറിന്റെ പേരാണ് സഭ. അപ്പം ശരത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഒരുപാട് ശരത്തുമാരുള്ളത് കൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട്, ഒരു കനത്തിന് വേണ്ടിട്ട് സഭ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. ഓക്കെ. സജേട്ട ഇവിടെ സേഫ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മലയാളികളുടെ മനസ്സിൽ കയറി പറ്റിയ ഒരാളാണ് ശരത് സഭ. ആൻഡ് ഇന്ന് മലയാളത്തിലെ റെക്കോർഡ് കളക്ഷൻ നേടിയ ഒരു മൂവിയുടെ ഭാഗമാണ് സഭ. എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ? ആ ഒരു ജേർണി, ഈ ഒരു സക്സസ് ജേർണി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സന്തോഷപൂർവ്വം നോക്കിക്കാണാം. ഭയങ്കര സന്തോഷം. വൺ വേർഡ് ആൻസർ. അത്രേ ഉള്ളൂ. പിന്നെ എങ്ങനെ നോക്കി കാണണ്ടേ? തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? തിരിഞ്ഞു നോക്കുമ്പോൾ കമ്മിങ് ബാക്ക് ഉണ്ടോ എന്തെങ്കിലും കൂടുതലായിട്ട് അതിനെ പറ്റി? എന്തെങ്കിലും ഈ ഒരു ജേർണിനെ പറ്റിട്ട് എന്താണ് പറയാനുള്ളത്? ജേർണി, യു ആർ എ തിയേറ്റർ ആർട്ടിസ്റ്റ്. അപ്പൊ ഈ തിയേറ്ററിൽ കയറുമ്പോ തന്നെ ഫസ്റ്റ് എല്ലാവരും ഒരു സിനിമാ മോഹി ആയിട്ടാണ്, അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടായിരിക്കുമല്ലോ തിയേറ്ററിൽ കയറുക. അങ്ങനെ തന്നെയായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു. തിയേറ്റർ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചു. തിയേറ്റർ തന്നെ ചെയ്യണം എന്നല്ല, എനിക്ക് +2 കഴിഞ്ഞ് അങ്ങനെ യാതൊരു ഐഡിയ ഒന്നും ഇല്ല. എന്താണ് ഭാവി എന്നുള്ള കാര്യത്തിൽ പ്ലാൻഡ് ആയിട്ടുള്ള ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. സത്യത്തിൽ അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു. സ്കൂളിൽ കലോത്സവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഫസ്റ്റിലത്തെ നാടകത്തിൽ തന്നെ ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടുന്ന സമയത്ത് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് തോന്നുന്ന അതേ ഒരു ഇത് തന്നെ, അഭിനയം നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണല്ലോ. ഇങ്ങനെ എല്ലാ വർഷവും നാടകത്തിൽ പങ്കെടുക്കാനും ഇത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ടീച്ചർമാരുടെ വരെ അപ്രീസിയേഷൻ നാടകം ചെയ്യുന്ന സമയത്ത് കിട്ടുമായിരുന്നു. വേറെ ഒന്നിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പഠനത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, സ്പോർട്സോ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റിയിലാണെന്നുണ്ടെങ്കിൽ, ക്വിസ് അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ മത്സരിച്ചിട്ടും ഒന്നും കിട്ടാത്ത ഒരു കുട്ടിക്ക് അഭിനയിക്കുന്ന സമയത്ത് പ്രോത്സാഹനവും അപ്രീസിയേഷനും കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ കുട്ടി ചിന്തിക്കുന്ന പോലെ ഓക്കെ അഭിനയിക്കാം,
അഭിനയിക്കുന്നത് പറ്റുന്ന പരിപാടിയാണ്, തുടർന്ന് അഭിനയിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് അതുവരെ ഡ്രാമ സ്കൂൾ ഉള്ള കാര്യം എനിക്കറിയില്ല. എങ്കിലും ഈ സിനിമയൊക്കെ കാണുന്ന സമയത്ത് എല്ലാവരും ചിന്തിക്കും സിനിമയിലും അഭിനയിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് അവിടെ എത്തണം, അതെന്റെ ലക്ഷ്യമായിട്ട് ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. ഈ സിനിമയിൽ തന്നെ എത്തണം എന്നുള്ളൊരു ലക്ഷ്യം ആക്കിയിട്ട് അതിലോട്ടുള്ള പണിയെടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 7ാം ക്ലാസ്സിൽ അങ്ങോട്ട് ഒരു ഒഡീഷൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാടകം പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ടായിരുന്നു. പുള്ളിയുടെ ആരുടെയോ കോണ്ടാക്റ്റിൽ വെച്ചിട്ട് ഏതൊരു സീരിയലിന് ബാലതാരം കുട്ടീനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പം കൃഷ്ണൻകുട്ടിയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആളാണ് നാടകം പഠിപ്പിക്കുന്നത്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് പോയിട്ട് അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞ സമയത്ത് ഞാനും അച്ഛനെയും കൂട്ടിയിട്ട് ഓഡീഷന് പോയി. ഓഡീഷന് കിട്ടിയില്ല. ഒരു സീൻ ചെയ്യിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻകുട്ടി ആള് പറഞ്ഞ് നാടകത്തിൽ ഈ സീൻ നമ്മൾ ചെയ്തിട്ടില്ല, അത് നീ നന്നായിട്ട് ചെയ്യും, അത് നീ ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ സീൻ ചെയ്ത് കഴിഞ്ഞപ്പം ആള് പറഞ്ഞു ഇത് ഭയങ്കര നാടകമാണ്, അല്ലാതെ ഞാനൊരു സിറ്റുവേഷൻ തരാം അത് ചെയ്യുന്നു പറഞ്ഞു. നിന്റെ വീട്ടിലോട്ടൊരു കോള് വരുന്നു, അപ്പോൾ നീ ഫോൺ എടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ദുഃഖ വാർത്തയാണ് കിട്ടുന്നത്, അത് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ കോൾ റിങ് ചെയ്യുന്നു. പെട്ടെന്ന് വിഷമം അഭിനയിച്ച് കൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ആള് മോനെ ആദ്യം ഫോൺ എടുത്താൽ ഹലോ എന്ന് പറയണം. അഭിനയത്തിൽ മുഴുകിയോണ്ട് പറയാൻ മറന്നു പോയതാണോ? അല്ല, ഞാൻ ഫോണിലൊന്നും സംസാരിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലും ഫോണില്ല. ബൂത്തിലൊക്കെ പോയിട്ട് ഫോൺ സംസാരിക്കുന്ന റെയറാണ്. അന്ന് കമ്പി അടിക്കുന്ന പരിപാടി വല്ലപ്പോഴൊക്കെ മറ്റേ ഇതുള്ളൂ. അല്ല അതല്ല, ഞാൻ പാലക്കാട് ഒരു ഗ്രാമത്തില് ഉള്ളതാണ് കേട്ടോ. കമ്പടി അന്ന് ദൂരെ നിന്ന് എല്ലാവർക്കും കമ്പടിക്കാണ് ചെയ്തത്. അപ്പം ഹലോ പറഞ്ഞില്ല. ഹലോ പറഞ്ഞില്ല. പിന്നെ ആള് പറഞ്ഞു ഓക്കെ, എന്താണ് കുറച്ചെന്തോ പൈസ പറഞ്ഞായിരുന്നു. അത് അച്ഛനോടാണ് സംസാരിച്ചത്. അതായത് എടുക്കണമെങ്കിൽ ഇനി ഇങ്ങനെ പൈസ തരണം. പൈസ തന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സീരിയലില് എങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്. അപ്പം അച്ഛനോട് പറഞ്ഞപ്പോ അങ്ങനത്തെ ഒരു സാമ്പത്തിക ഇതുള്ള അല്ല, ആ സമയമായിരുന്നില്ല. അപ്പം എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഒത്ത പൈസ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നുള്ള ഒരു ഫീലാണ്. അപ്പോൾ ആള് പറഞ്ഞു ഉണ്ടെങ്കിൽ നിനക്ക് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും, പൈസ കൊടുത്തിട്ടൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹം അവിടെ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഉണ്ട്. +2 കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഡ്രാമ സ്കൂൾ ഉള്ള കാര്യം അറിയുന്നത്. അത് അവിടെ അപ്ലിക്കേഷൻ ഫോം കൊടുക്കേണ്ട അവസാന തീയതിയുടെ തലേ ദിവസമാണ് ഞാൻ ഇങ്ങനെ ഒരു ഡ്രാമ സ്കൂൾ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പം തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെയൊക്കെ കൂട്ടിയിട്ട് അവിടെ പോയിട്ട് അപ്ലിക്കേഷൻ ഫോം അവിടെ നിന്ന് മേടിച്ച് അവിടെ തന്നെ ഫില്ല് ചെയ്ത് അച്ഛൻ്റെ ഒപ്പൊക്കെ ഞാൻ തന്നെ ഇട്ട് കൊടുത്ത് അവിടെ തന്നെ കൊടുത്ത് തിരിച്ചു വരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അതേസമയം ഞാൻ ഇവിടെ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണോ ചെയ്യുന്നത് അതുപോലെ എല്ലാ കോളേജുകളും പാലക്കാടുള്ള ഏകദേശം എല്ലാ കോളേജുകൾക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നും വിളി വന്നില്ല, കാർഡ് വന്നില്ല. അന്ന് കാർഡ് വരുന്ന സമയം ഇവിടുന്ന് മാത്രം എനിക്ക് കാർഡ് വന്നു, ഡ്രാമ സ്കൂൾ. അവിടെ പോകുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇത് സിനിമയിലോട്ടുള്ളൊരു മാർഗമാണെന്ന് എനിക്ക് തീരെ അറിയില്ലായിരുന്നു. അവിടെ പോയിട്ട് എന്താണ് പഠിപ്പിക്കുന്നത്, എന്താണ് പരിപാടി എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓറിയന്റേഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. ഒരു 3 ദിവസം ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലും തിയറിയൊക്കെ ആയിട്ട് ഒരു എക്സാം ഉണ്ടാവും. എന്നിട്ട് അതിൽ ഒരു പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അവിടെ അഡ്മിഷൻ. ആ സമയത്ത് അവിടെ പോയപ്പം അവിടുത്തെ സ്റ്റുഡൻസിന്റെ പെർഫോമൻസും ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്കൊരു ബ്രോഷർ കിട്ടി. ബ്രോഷർ വായിച്ച് നോക്കുന്ന സമയത്ത് ഈ ടെക്നിക്കൽ സൈഡ് എല്ലാം സ്റ്റുഡൻസിന്റെ പേരാണ്. ഡയറക്ടർ ഈ സ്റ്റുഡന്റ്, മറ്റേ മേക്കപ്പ്, കോസ്റ്റ്യൂം, സെറ്റ്, ലൈറ്റ്, മ്യൂസിക്, അങ്ങനെ പറയുന്ന ഈ ടെക്നിക്കൽ സൈഡും ആക്ടേഴ്സും ഡയറക്ഷനും എല്ലാം സ്റ്റുഡൻസിന്റെ പേരാണ്. അപ്പൊ നമുക്ക് അഭിനയം പാളിക്കഴിഞ്ഞാലും നമുക്ക് ഇതിലത്തെ ഏതെങ്കിലും പരിപാടിയിൽ ഉണ്ടാവാമല്ലോ, ഇതൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് ഞാൻ അവിടെ വിചാരിക്കുന്നത്. എന്നിട്ട് അതേപോലെ വീട്ടുകാരുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർക്കും
എടാ ഡ്രാമ സ്കൂൾ കേട്ടിട്ട് പോലും ഇല്ല. എന്നാ അച്ഛന്റെ പരിചയത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് നോക്കുമ്പോഴും അവർക്കും അറിയില്ല, നാട്ടിൽ ആർക്കും അറിയില്ല, ഡ്രാമ സ്കൂളിനെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സിനിമയോടുള്ള ഇതിന് വേണ്ടിയിട്ടല്ല, അഭിനയത്തിനോടുള്ളൊരു അഭിനയിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു സന്തോഷവും അത് കഴിഞ്ഞിട്ട് ആൾക്കാർ പറയുന്ന സന്തോഷവും പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം കൊണ്ട് ഞാൻ അവിടെ പോയെന്നേ ഉള്ളൂ. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ സീനിയേഴ്സ് ഒക്കെ സിനിമയിലുണ്ട്. രഞ്ജിത്ത് എന്നൊക്കെ ആൾ ഡയറക്ഷൻ, അങ്ങനെ 2-3 ഡയറക്ടേഴ്സ് അവിടുന്ന് സിനിമയിലുണ്ട്. പിന്നെ സിനിമയിൽ ട്രൈ ചെയ്യുന്ന കുറച്ച് സീനിയേഴ്സ് ഉണ്ട്. അവര് ചെറിയ ചെറിയ ക്യാരക്ടർ റോളൊക്കെ അവിടെ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ കാണുന്ന സമയത്ത് ഇതിലൂടെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ സിനിമയിലോട്ടും പോകാമല്ലേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ എൻ്റെ ബാച്ചിൽ തന്നെ സിനിമ ആഗ്രഹിച്ചിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരുമായിട്ടായിരുന്നു പിന്നെ എൻ്റെ സൗഹൃദം. അപ്പം അവരുടെ ഇതിൽ കൂടെ ഞാനും ഇങ്ങനെ പോകുന്നു. അപ്പൊ അവരുടെ സുഹൃത്തായി. അപ്പം അവർ ഓഡീഷന് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പടത്തിന്റെ പൂജയുള്ള സമയത്തൊക്കെ അവരറിയിക്കും. അവർ പോകുന്ന സമയത്ത് ഞാനും പോകും. പിന്നെ അതും എൻ്റെയും ഒരു ഇതായി, ഓഡീഷന് പോവുക, ഡയറക്ടേഴ്സ് മീറ്റ് ചെയ്യാൻ പോവുക, അങ്ങനത്തെ പരിപാടി എൻ്റെയും ഒരു ശീലമായി. അങ്ങനെ അന്നൊരു 7ാം ക്ലാസ്സുകാരൻ ഓഡീഷന് പോയിട്ട് മടങ്ങി കൃത്യമായിട്ട് 7ാം ക്ലാസ് അറിയില്ല കേട്ടോ. 6ാം ക്ലാസ്സിൽ നാടകം ഫസ്റ്റ് തുടങ്ങി. ഓക്കെ, 7ാം ക്ലാസ്സുകാരൻ അന്ന് ആ സീരിയൽ ഓഡീഷന് പോയിട്ട് അതിൽ കയറാൻ പറ്റാതെ തിരിച്ച് വിഷമിച്ച് വന്ന 7ാം ക്ലാസ്സുകാരനോട് ഇന്ന് ശരത് സഭയ്ക്ക് എന്താ പറയാനുള്ളത്? രണ്ടും ഞാനല്ലേ. പൈസ ഒന്നും കൊടുക്കണ്ടായിരുന്നുടാ. അച്ഛൻ പറഞ്ഞാടാ കറക്റ്റ്. ഓക്കെ, സോ വാട്ട് വാസ് യുവർ ഇനീഷ്യൽ വിഷൻ അബൌട്ട് ദിസ് മൂവി? ഇങ്ങനെ നമുക്കൊരു ഇനീഷ്യൽ വിഷൻ ഉണ്ടായിരിക്കുമല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കണം. ആൻഡ് ഇപ്പം വന്നിട്ടുള്ള ഫൈനൽ പ്രൊഡക്റ്റ്, അത് എത്രത്തോളം ആ ഒരു ഇനീഷ്യൽ വിഷനോട് ക്ലോസ് ആണ്? നമ്മൾ എസ്പെഷ്യലി മലയാള സിനിമ ആയതുകൊണ്ട് തന്നെ കുറെ പരിമിതികളിൽ നിന്നിട്ട് ആലോചിക്കാനുള്ള സ്വാതന്ത്ര്യം ചിലപ്പോഴൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്നാൽ പോലും ഈ ഒരു സിനിമയ്ക്ക് ആവേണ്ട ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ ഇതിന് ബഡ്ജറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ആക്ച്വലി. അപ്പോൾ അത് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ആ സൗകര്യം നമുക്ക് തരുന്നത് കൊണ്ടാണ്, അവരുടെ കോൺഫിഡൻറ്റ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി ആസ് എ ടെക്നീഷ്യൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നത് ചിലപ്പോൾ റോങ് ആയിരിക്കും. പല മിസ്റ്റേക്സ് എനിക്ക് മാത്രം തോന്നുന്ന പോരായ്മകൾ ഉണ്ടാവും. മറ്റുള്ളവരാണ് ബാക്കി എന്താന്ന് കണ്ടിട്ട് പറയണം. അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കംപ്ലീറ്റ്ലി. പിന്നെ ഒരു ഇനീഷ്യൽ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ജഡ്ജ്മെന്റ് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല. നമ്മൾ തോന്നുന്നത് ശരിയാണല്ലോ നമ്മൾ ചെയ്യണേ. അപ്പോൾ എന്നെ വിശ്വസിച്ച് കുറേ ആളുകൾ നിൽക്കുകയാണ്. അപ്പോൾ അവരെയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കണം. അപ്പോൾ എന്താ പറയാ, ഇനീഷ്യൽ വിഷൻ അല്ലേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ അത് ഒരു ക്രിയേറ്റർ എന്നുള്ള ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതെങ്ങനെ വിഷ്വൽ ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ കാരണം അത്തരത്തിലുള്ള നല്ല കുറേ മൊമെന്റ്സ് ഉണ്ട്. വിഷ്വലി ആളുകളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാവുന്ന കുറേ അധികം ഏരിയാസ് ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ എനിക്കിഷ്ടമാണ് അവളൊരു ട്രൈ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ. കംപ്ലീറ്റ്ലി ഒരു എക്സ്പെരിമെന്റ് എന്നുള്ളതല്ല, ഒരു പ്രോപ്പർ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളിലുള്ള ട്രൈ ചെയ്തിട്ട് റിസ്ക് എടുത്തിട്ട് ചെയ്ത സിനിമയാണ്. അങ്ങനെ റിസ്ക് ഉള്ള എലമെന്റ് അല്ല നമ്മുടെ സിനിമയുടെ ഐഡിയ. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? ലൈക് ടെക്നിക്കലി ഓർ ഇമോഷണലി ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായ എന്തെങ്കിലും സീൻസ് ഉണ്ടോ? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു മേജർ എപ്പിസോഡ് ഉണ്ട്. അതായത് വലിയൊരു ലൈബ്രറി സെറ്റിട്ട ലൈബ്രറി, ഒരു നമ്മുടെ സെറ്റ് തമിഴ്നാട്ടിലെ ഷൂട്ട്. അപ്പോൾ ഇത് കത്തിക്കണം. അതായത് ഈ ലൈബ്രറി നമുക്ക് കത്തിക്കണം. നോർമലി സിനിമയിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫൈറ്റ് മാസ്റ്റർ അല്ലെങ്കിൽ അവരുടെ കൂടെ ഗ്യാസ് ലൈറ്റും പരിപാടികളൊക്കെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത ആളുകൾക്ക് അപായമില്ലാത്ത രീതിയിലൊക്കെ ആണത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പൊതുവെ നൈറ്റാണ് ഷൂട്ട്. അപ്പോൾ നോർമലി ഡേ ഷൂട്ടിനേക്കാൾ കുറെ കൂടുതലാണ് നൈറ്റിന്റെ ബാറ്റ കാര്യങ്ങളെല്ലാം. അതെ. അപ്പോൾ മിനിമം ഒരു 7 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ എന്തായാലും ഒരു രാത്രി ചെലവുണ്ട്. പ്ലസ് ഈ ഒരു പരിപാടിക്ക് നമ്മൾ ഈ ഫൈറ്റേഴ്സിന്റെ ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ രാത്രിക്ക് ഒരു 12 ലക്ഷം രൂപയാണ് അവർ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ അവർ നൈറ്റിന്
എൻ്റെ കാരണം നമ്മളങ്ങനെ എന്ത് ചെയ്യും അങ്ങനെ ഉപായം കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിന്റെ പുറകിൽ അല്ല, അത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ, കത്തിക്കണോ, കത്തിച്ചാ തീർന്നിട്ടോ പിന്നെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് കൺട്രോളറോട് പറഞ്ഞു ഒരു ടാങ്കർ വെള്ളം വണ്ടി കൊണ്ട് നിർത്താൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഇത് ഒരു സൈഡിൽ നിന്ന് പൊളിച്ച് താഴെ ഇട്ട് ഈ ലൈബ്രറി അതെ ടെക്നിക്കലി നമ്മള് തീയും പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട്, ഭയങ്കര സേഫ് ആയിട്ട് അത് ഷൂട്ട് ചെയ്തു. അത് വല്ലാത്തൊരു എന്റെ മാത്രം റിസ്ക് ആയിരുന്നത്. കാരണം ഇത് കത്തിച്ചിട്ട് വേണം, കത്തി പൊളിഞ്ഞ് വീഴണം ഇത്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇത് ആർട്ടുകാരോട് ഒരു സൈഡ് പൊളിച്ചിടാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അവര് എല്ലാരും കൺഫ്യൂഷൻ. എനിക്ക് ആ രാത്രി ഷൂട്ട് ചെയ്യണം, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. നമുക്കൊരു കൂടി ഇപ്പോൾ ഒരു 10-25 ഷോട്ട്സ് വേണം. അതിന്റെ 25 ഷോട്ടിന് എന്ത് ചെയ്യാം എന്ന് മാത്രമേ ആലോചിച്ചുള്ളൂ. അപ്പോൾ അത് അങ്ങനത്തെ കുറെ പരിപാടികളാണ് സെറ്റിലെ ചാലഞ്ചസും എന്നൊക്കെ പറയണം. ഞാൻ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഡൗട്ട് ചോദിക്കട്ടെ. ഈ ബ്ലാസ്റ്റുകൾ സിനിമകളിൽ ഇങ്ങനെ ബ്ലാസ്റ്റ് കാണിക്കുന്നുണ്ടല്ലോ, എങ്ങാനും ആ ടേക്ക് ഓക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ ബ്ലാസ്റ്റ് ചെയ്യും. ഞാൻ ജെന്യൂൻ ആയിട്ട് ചോദിച്ചാൽ ഓക്കെ. ഇനി ഇവരെ ഓരോരുത്തരെയും ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ, ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ എങ്ങനെ ചെയ്യും? പേഴ്സണലി ആണോ അതോ ക്യാരക്ടർ വൈസോ? രണ്ടും. പേഴ്സണലി എനിക്ക് ഭയങ്കര കംഫർട്ടബിളാ എല്ലാവരും കേട്ടോ, ഒരാള് എന്നുള്ളതല്ല. പിന്നെ ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. എന്ന് വിചാരിച്ച് റെസ്പെക്ട് തന്നിട്ട് അങ്ങനത്തെ ഇതെന്നല്ല, എന്തായാലും പറയാ ഒരു ഫ്രണ്ട്സാണ് ഞങ്ങള്. അതെ, ഭയങ്കര ജെല്ലായിട്ടാണ് നമ്മൾ സെറ്റിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ അധികം സമയമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും ആദ്യം മീറ്റ് ചെയ്ത് ഞാൻ എല്ലാവരെയും മീറ്റ് ചെയ്ത് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു നമ്മൾ ഷൂട്ടിന് മുന്നേ. അന്നാണ് എല്ലാവരെയും കാണുന്നത്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഡേ തന്നെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ സെറ്റായി. പിന്നെ ഷൂട്ടിൽ വരുമ്പോൾ ആ ഒരു ആദ്യമായിട്ട് അറിയുന്ന ആൾക്കാരാണെന്നുള്ളൊരു വൈബൊന്നും ഇല്ല, എല്ലാവരും ഓണായി. ഐസ് ബ്രേക്കിംഗ് പോലും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ ഓണായി. അന്നോട്ട് ഇന്ന് വരെ എല്ലാരും ഓണാണ്. മീനാക്ഷി എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ. അതെ അതെ. മീനാക്ഷി പറ്റി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, വേറൊരു സ്ഥലത്ത് പറയുന്നത് മീനാക്ഷി എല്ലാ സ്ഥലത്തും അങ്ങനെ. ഞാൻ കുറച്ച് സമയം എടുക്കും. ഞാനും കുറച്ച് ആ സമയം പോലെ ഞങ്ങൾക്ക് തന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ക്വസ്റ്റ്യൻ. ഇവരെ ഓരോരുത്തരെയും ഓരോ വാക്കില് എന്തെങ്കിലും ഒരു വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യണം. ഒരു വാക്ക് പറഞ്ഞേ പറ്റൂ, കംഫർട്ടബിൾ ഒന്നും പോരാതെ. മാത്യു ഫസ്റ്റ്. പറഞ്ഞോ. എന്താണ് പെട്ടെന്ന് പറയാൻ തോന്നുന്നത്? മാത്യുവിനെ പറ്റി ആലോചിക്കുമ്പോ എന്താ മനസ്സിൽ വരുന്നത്? ബോയ് നെക്സ്റ്റ് ഡോർ. അതുപോലത്തെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു. അങ്ങനെ എന്താ പറയാ, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. അങ്ങനെയില്ല, ആരെ പറ്റിയില്ല. ആരെ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെ പറയാ, കൊറേ ഉണ്ട്, ഒരു വാക്കിൽ ഒതുക്കാൻ പറ്റില്ല. ഭയങ്കര ക്ലോസാ, അങ്ങനെ ഒരു മറ ഒന്നുമില്ല ഞങ്ങളുടെ, ഭയങ്കര ഓപ്പണാ എല്ലാവരും. പ്രൊഫഷണൽ ബന്ധമല്ല നമ്മള്, അതിനും ഒരു പുറമേന്ന് നോക്കുമ്പോ പെട്ടെന്ന് മാത്യുവിന്റെ ഒരു പരിപാടി കാണുമ്പോ ഭയങ്കര ഇന്നസെന്റ് ബോയ് എന്നുള്ളതല്ലേ, അങ്ങനെയൊന്നുമല്ല. സത്യം പറഞ്ഞ സമാധാനം. ഇൻസ്റ്റയിലൊക്കെ മറ്റേ മാത്യുവിന്റെ ഫോട്ടോസിന്റെ പൂക്കി മാത്യു സൈക്കോ മാത്യു, അതാണ് കറക്റ്റ്. അതവള് ഞാൻ പറയും ഇന്നസെന്റ്. അങ്ങനെയല്ല, നോർമൽ. മീനാക്ഷി കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാത്യുവിന്റെ ബിഗ്ഗസ്റ്റ് ക്രിറ്റിക് ആരാണ്? ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ ഓണസ്റ്റ് ആയിട്ട് അതിനെ പറ്റി പറഞ്ഞു തരുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ കാണുന്ന ഓഡിയൻസ് എല്ലാരും അത്യാവശ്യം ക്രിട്ടിക്ക് ചെയ്യാറുണ്ടല്ലോ. എല്ലാവരും ജസ്റ്റ് പൊക്ക മാത്രമല്ലാതെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന എല്ലാവരും ഫ്രണ്ട്സ് ഉണ്ട് ഡെഫിനറ്റ്ലി. അല്ല, പിന്നെ അങ്ങനെ ഞാൻ പറയണ ഇപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ ഇപ്പൊ ഈ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലൊക്കെ ആയാലും റിവ്യൂസ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ഡെഫിനറ്റ്ലി.
Okay. പക്ഷെ എപ്പോഴും ഈ റിവ്യൂസ് കറക്റ്റ് ആയിരിക്കണം എന്നില്ലല്ലോ, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതിന് ശരി തെറ്റില്ല. ഇത് ഒരാളുടെ എന്താ പെർസ്പെക്റ്റീവ് ആണല്ലോ. അങ്ങനെ ഒരു ഇന്ന റിവ്യൂ കറക്റ്റ് ആണ്, ഇന്ന റിവ്യൂ തെറ്റാണെന്നുള്ളത് ഇല്ല ഒരിക്കലും. അത് എനിക്ക് ഇഷ്ടം എന്ന് തോന്നുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തത് എനിക്ക് ഇഷ്ടപ്പെടാം. അപ്പൊ അതിന് ശരി തെറ്റില്ല. എസ്പെഷ്യലി ഫോർ ആർട്ട്, എന്ത് ആർട്ടാണെങ്കിലും അത് ശരി തെറ്റോ ഒന്നുമില്ല. അതൊരാളുടെ POV ആണ്. ഡെഫിനറ്റ്ലി 100%. That's a very good answer. Very nice. Coming to you, അരുൺ ഡൊമിനിക്കിനെ തന്റെ പേടിക്കില്ലേ? ഓക്കെ, അരുൺ ഡൊമിനിക്കിനെ തന്നെ തരംഗത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ? തരംഗത്തിലെ അപ്പുക്കുട്ടനിൽ ഡൊമിനിക് അരുണല്ലേ? അരുൺ ഡൊമിനിക് രണ്ടും വിളിക്കണം അല്ലല്ലേ? അരുൺ ഡൊമിനിക് അല്ലേ? തരംഗത്തിലെ അപ്പുക്കുട്ടനിൽ ലോകയിലെ സുന്ദരനെ പുള്ളി കണ്ടിരുന്നു. തരംഗത്തിലെ അപ്പുക്കുട്ടനിൽ ലോകയിലെ സുന്ദരനെ പുള്ളി കണ്ടിരുന്നു. മനസ്സിലായില്ല? റീഫ്രെയിം ചെയ്തുതരാം. ഈ തരംഗത്തില് ഓൾറെഡി അരുൺ ഡൊമിനിക്കിന് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബന്ധാണോ ലോകയിലേക്ക് എത്തിയത്? നേരത്തെ ചോദിച്ചാ പോലെ ഞാൻ കുറച്ച് ക്രിയേറ്റീവ് ആയതാ. എനിക്കൊരു ക്രിയേറ്റീവ് ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് ഒന്ന് ക്രിയേറ്റീവ് ആക്കി ക്വസ്റ്റ്യൻ. അതെ, ഒരു ശ്രുതി പിടിച്ചിട്ട് തരംഗമാണ് എന്റെ ആദ്യം ക്യാരക്ടർ വേഷം ചെയ്യുന്നത്. ഫസ്റ്റ് പടം അല്ല, കൊമേഴ്ഷ്യൽ മൂവിയിൽ, കൊമേഴ്ഷ്യൽ സിനിമകളിൽ. അതിനു മുൻപ് പല മൂവികളിൽ ഒറ്റയാൾ പാത, മറവി എന്നൊക്കെ പറഞ്ഞ സതീഷ് സന്തോഷ് സേനൻ ബ്രദേഴ്സ് ഡയറക്ട് ചെയ്തിട്ടുള്ള പടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്യാരക്ടർ റോൾ കിട്ടുന്ന കൊമേഴ്ഷ്യൽ പടം തരംഗമാണ്. അപ്പൊ അതുവരെ ആ സമയത്ത് പുള്ളി ഓഡീഷൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ തരംഗത്തിന്റെ ഓഡീഷൻ അല്ലായിരുന്നു, വേറൊരു പടത്തിന്റെ കാസ്റ്റിംഗ് ലോഞ്ച് പാഡ് എന്ന് പറഞ്ഞൊരു കമ്പനി വേറൊരു പടത്തിന്റെ ഓഡീഷനായിട്ട് ഡ്രാമ സ്കൂളിൽ വന്നു. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു, നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള കാസ്റ്റിംഗ് ഈ പടത്തിലില്ല, ഞങ്ങൾ ഒരു കാസ്റ്റിംഗ് കമ്പനിയാണ്, നിങ്ങൾ ഓഡീഷൻ ചെയ്യൂ, ഞങ്ങൾ ഡാറ്റ സൂക്ഷിക്കും, ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും പരിപാടി വരുന്ന സമയത്ത് ഞങ്ങൾ റെഫറൻസ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ചെയ്തു. അങ്ങനെ അപ്പോൾ ആ ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അപ്പം ആ റെഫറൻസ് വെച്ചിട്ട് ഡ്രാമ സ്കൂളിൽ നിന്ന് 1-2 പേർക്ക് വേറെ പടങ്ങൾക്ക് കിട്ടി. രക്ഷാധികാരി ബൈജു, അങ്ങനെ അതിൽ എൻ്റെ കൂടെ ചെയ്തിട്ടുള്ള പ്രവീണിന് അതിൽ ഇത് കിട്ടി. അപ്പം നമ്മുടെ പരിപാടി വരുന്നില്ല, നമ്മൾ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെ നമ്മളെ കൂടെയുള്ള വേറെ പരിപാടി ചെയ്തു. ഇവന്മാര് നമ്മള് ഓഡീഷൻ ചെയ്തപ്പോ നന്നായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. പിന്നെ പരിപാടിക്ക് നമ്മളെ വിളിക്കുന്നുമില്ല. ആ ഒരു മൂഡിലായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തരംഗത്തിന്റെ ഓഡീഷനാണെന്ന് പറഞ്ഞുകൊണ്ട് വരാൻ പറ്റുമോ എറണാകുളത്ത് ഡയറക്ടറായിട്ട് മീറ്റ് ചെയ്യാം. വളരെ മീനാക്ഷിയെ പോലെ സ്ട്രൈറ്റ് ആയിരുന്നില്ല, ഓഡീഷൻ ഉണ്ടായിരുന്നു. സോറി, 1-2 തവണ അരുൺ ഡൊമിനിക് പടത്തില് ഓൾമോസ്റ്റ് എല്ലാ സീനുകളും ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ പരിപാടി ഇല്ലേ. അങ്ങനെ കുറെ സീനുകൾ ഇങ്ങനെ ചെയ്യിപ്പിച്ച് നോക്കി. പിന്നെ രണ്ടാമതും ഒന്ന് ചെയ്യിപ്പിച്ചു. അതിനുശേഷമാണ് കാസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മളിടയ്ക്ക് ഇങ്ങനെ ഫോൺ വഴി മെസ്സേജിലൂടെയൊക്കെ അങ്ങനെ കോണ്ടാക്ട് ഉണ്ട്. അല്ലാതെ പിന്നെ സ്ഥിരം എനിക്കങ്ങനെ വിളിച്ച് കോണ്ടാക്ട് നിലനിർത്തുന്ന ഒരു പ്രകൃതക്കാരനല്ല. എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേ വരുന്ന സമയത്ത് വിഷയം മറ്റേ സ്റ്റോറി ഇടും, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ വളരെ റയറായിട്ട് അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. അതേപോലെ തരംഗം ലോക വരുന്ന സമയത്ത് പുള്ളി വിളിച്ചു. അവര് പ്രീ നടക്കുന്ന ഫ്ലാറ്റിലോട്ട് വിളിച്ചു, എന്നിട്ട് ബ്രീഫ് ചെയ്തു, ക്യാരക്ടർ ബ്രീഫ് ചെയ്തു. ലോകയിൽ അങ്ങനെ ഓഡീഷൻ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോഴത്തേക്ക് പിന്നെ ജാനമൻ കഴിഞ്ഞ് പിന്നെ മൊത്തം സ്ട്രൈറ്റ്. ജാനമൻ ആണ് ഒരു കരിയർ ബ്രേക്ക് ത്രൂ അല്ലേ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പറയാം. അതായത് ജാനമൻ സംഭവിക്കാൻ കാരണം ആയത് അതിന് തൊട്ട് മുൻപുള്ള മിസ്റ്റർ ആൻഡ് മിസ് റൗഡി
മിസ്റ്റർ ആൻഡ് മിസ്റ്റർ റോഡിൽ വെച്ചാണ് ഗണപതിനെ പരിചയപ്പെടുന്നത്. അപ്പൊ ഗണപതിയാണ് ഇവിടെ ജാനമനിലോട്ട് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അതേസമയം തരംഗം ചെയ്ത് നമുക്ക് ശാന്തി ബി പുള്ളിക്കാരിയും മറ്റേ ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ എന്തോ പരിപാടിയിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഒരേ ദിവസം ശാന്തി ബിയുടെയും കോള് വരുന്നു, ഒരേ സമയം ഗണപതിയുടെയും കോള് വരുന്നു. ഒരേ സമയം കുറച്ച് സമയങ്ങൾക്കിടെ ഒറ്റ ദിവസമൊക്കെ കോള് വരുന്നു. എടാ നിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചാ നമുക്ക് ഒരു പടത്തിന്റെ ഒരു കാസ്റ്റിംഗ് നോക്കാനാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഗണപതിയും വിളിക്കുന്നു. അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം പൊളിയാണല്ലോ, 2 പടത്തിന്റെ ഇത് വരുന്നു, എൻക്വയറി വരുന്നു, അടിപൊളി. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റേ ഇത് രണ്ടും ഒരു പടത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതേത് ഇവിടെ വരുന്നു? അതാണ് ശാന്തിമയും വിളിച്ചത് ജാനിമൻ തന്നെ. ശാന്തി സ്ക്രിപ്റ്റ് എന്തോ വായിച്ച സമയത്ത് ഈ ക്യാരക്ടർ ശാന്തിബി എനിക്ക് അതിനു മുൻപ് മാലിക്കിനും എന്നെ ശാന്തിബി ചെയ്തായിരുന്നു. എന്താ ആ ഒരു പാലക്കാട് സ്ലാങ് ആയിരിക്കോ അങ്ങനെ ആ ഒരു ഇമേജ് വരാൻ കാരണം, അങ്ങനെ വിളിക്കണം എന്ന് തോന്നാൻ കാരണം? അല്ല, സ്ക്രിപ്റ്റിൽ ആദ്യം തിരുവനന്തപുരം സ്ലാങ് ആയിരുന്നു. പിന്നെ മാറ്റിയതാണോ പാലക്കാട്? പിന്നെ ഞാൻ ഓഡീഷൻ ചെയ്ത സമയത്ത് ഞാൻ തിരുവനന്തപുരം ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് തിരുവനന്തപുരം അത്ര വരുന്നില്ല, എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞ സമയത്ത് കുഴപ്പമില്ലടാ, നമ്മൾ മൊത്തം തിരുവനന്തപുരം സെറ്റിൽ മൊത്തം എല്ലാവരും ഉണ്ടാവും, എന്നെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവും, പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ റൂമിലെത്തിയതിനു ശേഷം, ഓഡീഷൻ കഴിഞ്ഞ് അന്ന് റൂമിലെത്തിയതിനു ശേഷം ഞാൻ ഗണപതിനെ വിളിച്ചു. അതെ, ഈ ക്യാരക്ടർ പാലക്കാട്ടുനിന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കഥയ്ക്ക് വല്ല മാറ്റം ഉണ്ടാവും? അപ്പം ഇല്ല, എന്നാ പിന്നെ എന്റെ ക്യാരക്ടർ പാലക്കാട് നിന്ന് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പം ആള് അല്ല ഞാൻ ഇവിടെ ചോദിക്കട്ടെ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് അവര് കുറച്ച് അടുത്ത ദിവസമോ ആദ്യം വിളിച്ചില്ല, പിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കുക. അപ്പൊ ഫോൺ കൊടുക്കുന്നില്ല, ഞാൻ ടെൻഷൻ പോയോ കഷ്ടപ്പെട്ടിട്ടെങ്കിലും പഠിച്ചു. പിന്നെ ഒരു സമയത്ത് ഗണപതി വിളിച്ചു, പാലക്കാട് തന്നെ പിടിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പാലക്കാട് പിടിക്കുന്നത്. ലൊക്കേഷൻ ഹണ്ടിങ്ങിന് കുറച്ചധികം സമയം എടുത്തു എന്ന് കേട്ടു. അതായത് ഒരു ഗ്രാമം അന്വേഷിച്ചായിരുന്നു നടന്നിരുന്നത് അല്ലെ? ഗ്രാമ പശ്ചാത്തലത്തിന് ഒട്ടും കുറവില്ലാത്തൊരു നാടാണ് കേരളം. എന്നിട്ടും തമിഴ്നാട്ടിലെ കരടിമട എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നു കാരണം? ഇത് ആക്ച്വലി ഇതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഞങ്ങള് വയനാട് ആണ്, റൈറ്റേഴ്സ് പറയുമ്പോൾ വയനാട് നടക്കുന്ന കഥയാന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് അവന്മാര് പറഞ്ഞത്. ആ ഒരു തരത്തിൽ തന്നെ അതിൻ്റെ ഒരു വിഷനും സെറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ വയനാട് ചെന്ന ഒരു ഷൂട്ട് ഇന്ന സമയത്ത് തുടങ്ങുന്നു ഫിക്സ് ചെയ്ത എൻ്റെ മുന്നേ നമ്മൾ ലൊക്കേഷൻ ഹണ്ടിങ്ങിന് ആദ്യമായിട്ട് പോയത് വയനാടാണ്. വയനാട് ഓൾമോസ്റ്റ് ഒരു മാസത്തോളം അവിടെ കംപ്ലീറ്റ് കുറേ ഏരിയാസ് നടക്കുകയും കർണാടക ബോർഡറിൽ അന്വേഷിക്കുകയൊക്കെ. പക്ഷെ ആ സമയത്തൊക്കെ പാരലലി ഈ കഥ എങ്ങനെ പറയാന്നുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഇതിനൊരു ഫിക്ഷണൽ സ്വഭാവം, ഒരു പ്രോപ്പർ ഫിക്ഷണൽ കഥ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കഥ വിശ്വസിക്കാൻ ഒരു പക്ഷേ വയനാട് പറ്റില്ല. അങ്ങനെ ഒരു നാച്ചുറൽ മറ്റേ വില്ലേജിന്റെ അങ്ങനത്തെ ഒരു പരിപാടി അല്ല വേണ്ടത്. കുറച്ചുകൂടെ വേറൊരു തരം എങ്ങനത്തെയെന്ന് അപ്പോഴും അറിയില്ല. പിന്നെ അതിനുശേഷം വീണ്ടും 1-2 മാസത്തോളം ഞങ്ങൾ ട്രിവാൻഡ്രം വിദുര സൈഡ് കുറെ അന്വേഷിച്ചു. പിന്നെ കുറെ നാൾ ഒറ്റപ്പാലം ഫിക്സ് ചെയ്തിട്ട് നോക്കി. പക്ഷെ പിന്നെ ഇൻ ബിറ്റ്വീൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഒറ്റപ്പാലത്തുള്ള ഭാസ്കർ എന്ന് പറയും, അവന്മാര് പണ്ട് ഇങ്ങനെ തമിഴ്നാട്ടിലൊരു ലൊക്കേഷൻ കണ്ട കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ വെറുതെ പ്രതീക്ഷ ഇല്ലാതെ പോയി നോക്കിയതാ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു സ്ഥലവും ഒരു പ്രത്യേകതരം ആളുകൾ അവിടുത്തെ. പിന്നെ അപ്പൊ ആ ഏരിയയിൽ നമുക്ക് കുറെ സെറ്റ് വർക്ക് ചെയ്യണം. ഇപ്പൊ നമ്മള് കേരളത്തിലെ ഷൂട്ടിങ്ങിനേക്കാൾ എക്സ്പെൻസ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി അവിടെ. പിന്നെ അവിടെ സെറ്റിംഗ് കൂടെ ചെയ്യാന്ന് പറയുമ്പോൾ ഇവര് സമ്മതിക്കോ ഇല്ല എന്നുള്ളതൊക്കെ അറിയായിരുന്നു. പക്ഷെ ഞാനത് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തു, അത് ഇങ്ങനെയാണ് വരാൻ പോകുന്നത്, നമുക്കൊരു വേൾഡ് ഉണ്ടാക്കണം, അതിന്റെ അകത്ത് നിന്ന് ഈ കഥ പറഞ്ഞാലേ അത് വർക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ്. ആൾക്കാരല്ല, നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത്. അപ്പൊ എന്തായാലും അവിടെ ചെന്ന് ഷൂട്ട് കമ്പാരിറ്റീവ്ലി ഇവിടെ ഒരു കേരളത്തിലെ ഷൂട്ടിങ്ങിനേക്കാൾ കുറച്ചുകൂടെ കാശ് എക്സ്ട്രാ അവിടെ ചെയ്യാൻ. മാത്രമല്ല കുറെ സെറ്റപ്പ് ചെയ്യാണ്ട്, സെറ്റ് വർക്ക് ചെയ്യാണ്ട്. അപ്പൊ പ്രൊഡ്യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യലായിരുന്നു ആദ്യത്തെ. അത് അവര് സമ്മതിക്കില്ല എന്നുള്ളതായിട്ടില്ല, ഞാൻ എന്റെ ആവശ്യമായിട്ടാണ് പറഞ്ഞു, സിനിമ നമുക്ക് അവിടെ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരും കൂടെ ഒക്കെ പറഞ്ഞത് കാരണമാണ് അത് സംഭവിക്കുന്നത്.
ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടില്ല, ഒരു ഫസ്റ്റ് ഗ്ലാൻസ് മാത്രമാണ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല, പിന്നെ കുറച്ച് സോങ്സും. അപ്പൊ അത് ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ക്വാളിറ്റിയിൽ ഒരു ഹൈ ക്യാൻവാസിലാണ് ഈ ഒരു പടം നിർമ്മിച്ചിട്ടുള്ളതെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ശരിക്കും ഇതൊരു ഹൈ ബഡ്ജറ്റ് പടമാണോ? അദ്ദേഹം പറഞ്ഞു, നമ്മള് ഒരു നോർമൽ ഇങ്ങനെ ഒരു കാറ്റഗറി സിനിമയ്ക്ക് ആവേണ്ട ഒരു ബഡ്ജറ്റ് ഞാൻ പ്രൊഡ്യൂസറുടെയും കൂടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ സൈഡിലും കൂടെ നിന്നിട്ടാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ആവശ്യം വരും. പക്ഷെ നോർമലി കയ്യിൽ നിന്ന് പോകേണ്ട ബഡ്ജറ്റ് ആവേണ്ടതാണ്. പക്ഷെ നമ്മൾ എന്താ പറയാ, നമ്മുടേതായിട്ടുള്ളൊരു പ്ലാനിങ്ങും പദ്ധതികളൊക്കെ വെച്ചിട്ട് കുറച്ച് ട്രിക്കി ആയിട്ട് ചെയ്യുന്ന പരിപാടി എന്നോ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ ആക്കിയിട്ടാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ബഡ്ജറ്റ് പറയണോ? വേണ്ട. അല്ല, പക്ഷെ നമ്മൾ ഈ സിനിമ കാണുമ്പോ ഇതിന്റെ ബഡ്ജറ്റ് എന്താണെന്ന് നമ്മള് വിചാരിക്കില്ലേ? ആ ബഡ്ജറ്റ് പക്ഷെ ആയിട്ടുണ്ടാവില്ല. ലൂസിഫറിൽ പറഞ്ഞല്ലേ അല്ലല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞ അത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ഇക്ക എന്നുള്ളൊരു എഡിറ്ററിന്റെ കൺവിക്ഷനും പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും ഒക്കെ എല്ലാവരുടെയും എഫേർട്ട് കാരണം ഈ സിനിമ മൊത്തത്തിൽ, ഈ സിനിമയുടെ സ്കെയിലും വിഷ്വൽസ് ആയാലും പ്രൊഡക്ഷൻ ക്വാളിറ്റി ആയാലും ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്താണോ ഇതിന്റെ ബഡ്ജറ്റ് ആയിട്ടുണ്ടാവുക എന്ന് തോന്നുന്നത് ആയിട്ടില്ല. കാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് മാത്യുവിനെ ഓൾറെഡി മൈൻഡിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാസ്റ്റിംഗ് സമയത്ത്? ഇല്ല, ആ സമയത്ത് ആണ് കോട്ടയം നസീർ എൻ്റെ ഭയങ്കര സുഹൃത്താ. നസീർക്ക ഒരു പ്രാവശ്യം ഞാൻ ഈ നായകനെ വേണം, പുള്ളിക്ക് കഥ അറിയാം, നസീർക്ക് ഒരു ക്യാരക്ടർ ചെയ്യാനിരുന്നത് അതിൽ ഡേറ്റ് ക്ലാഷ് കാരണം മാറിപ്പോയതാ. അപ്പോൾ നസീർക്ക് പറഞ്ഞു, എടാ നമ്മുടെ ഒരു പടം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് വാഴ, അതിൽ ഒരു കുട്ടിയുണ്ട്, നിനക്ക് പറ്റുമോന്നറിയില്ല, നോക്കി നോക്കെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ വാഴ ഞാൻ കാണുന്നത്. വാഴ കണ്ടു. അപ്പൊ അതിൽ ഒരു ടോം ബോയ്സ് പരിപാടി ആണ്, ഫെമിനിന്റെ അല്ല. അപ്പോ എല്ലാവർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നു. ഞാൻ ഇവള് കൊള്ളാൻ, നമുക്ക് ട്രൈ ചെയ്താലോ, സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ പലർക്കും റൈറ്റേഴ്സിനാണെങ്കിലും അങ്ങനെ ആരും കൺവിൻസ്ഡ് ആയിരുന്നില്ല. കാരണം അത് മുടി കട്ട് ചെയ്തിട്ടുള്ള ആള്, പിന്നെ നമ്മളെ എങ്ങനെ സെറ്റ് ചെയ്യും എന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി എൻ്റെ കോളായിരുന്നു, അവള് മതി എന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കൺവിൻസ് ചെയ്യായിരുന്നു. അപ്പോൾ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിക്ക ഇൻ്റർവ്യൂസിലും പറഞ്ഞത്, അതായത് നമ്മളൊരു ഫിക്ഷണൽ, കംപ്ലീറ്റ്ലി ഒരു ഫിക്ഷണലാണ് നമ്മുടെ പരിപാടി. പിന്നെ മൊത്തത്തിൽ കുറച്ച് കാരിക്കേച്ചർ സ്വഭാവം ഉള്ളൊരു നാടും ഒക്കെയാണ്. അപ്പോൾ അവിടെ ഈ കഥ പറഞ്ഞ് നമ്മൾ വിശ്വസിപ്പിക്കാൻ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന മോഹങ്ങളാണ് എല്ലാവരും, നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാവരും. അപ്പോൾ അതൊന്നൊരു ഈ ക്യാരക്ടേഴ്സിനനുസരിച്ചിട്ട് നമ്മളെ അവരൊന്ന് നമ്മുടെ വേൾഡിലോട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു രൂപമാറ്റം നടത്തിയിട്ടുണ്ട്. പൊതുവെ എല്ലാവർക്കും ഒരു ഡിഫറെന്റ് അപ്പിയറൻസും പരിപാടികളൊക്കെ ആയിട്ട് അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നാട്ടിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ തന്നെ ഇനി എൻ്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു, ഇവള് മുടിയൊക്കെ വെച്ച് പരിപാടിയൊക്കെ ആയിട്ട് വരുമ്പോൾ മാത്യുവിന് മാച്ചിങ് ആണോ എന്ന് മാത്രം നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സഭ റൈറ്ററാണ് വിളിച്ചത്. സഭ ഞങ്ങൾ വിളിച്ചാൽ വന്നോളും, അതിന് നോക്കണ്ടെന്ന് പറഞ്ഞ അവന്മാര് ഡീൽ ചെയ്ത്. പിന്നെ റോഷൻ, ആവേശത്തിൽ അഭിനയിച്ച ശാന്തൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, റോഷൻ ഷാനവാസ്. അപ്പൊ അവനും പറഞ്ഞപ്പോഴേ എക്സൈറ്റഡ് ആയി. ആരെയും കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്ത മെറിൻ എന്ന് പറഞ്ഞ മെറിൻ ഉണ്ട്. അപ്പൊ അവളെ അതെ മെറിൻ ചെയ്ത ക്യാരക്ടർ കാസ്റ്റ് ചെയ്യാനാണ് എനിക്ക് കുറച്ച് ടെൻഷനും. കാരണം അത് വർക്കായില്ലെങ്കിൽ ഈ സിനിമ മൊത്തത്തിൽ വർക്കാവില്ല എന്നുള്ള കാര്യം എനിക്ക് 100% അറിയാം. അപ്പൊ അത് പലരെയും ട്രൈ ചെയ്തു, പലരെയും എന്താ പറയാ ഓഡിഷൻ ചെയ്ത് ഓക്കെയാണ് തോന്നും. പക്ഷെ അങ്ങനെ എല്ലാവരും എന്താ പറയാ, മെറിനെ ഭയങ്കര അവിചാരിതമായിട്ടാണ്, മെറിനെ നേരത്തെ അറിയാമെങ്കിൽ പോലും ഭയങ്കര അവിചാരിതമായിട്ടാണ് ഇവളെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അത് അവളൊരു ചിരിയും ഭയങ്കര സൗണ്ടിൽ ചിരിക്കുവള്. അപ്പൊ അങ്ങനെ ഒരു ചിരിയിലാണ് ഇവളെ ചിരി കണ്ടിട്ടാണ് കാസ്റ്റ്. ചിരി എന്ന് പറഞ്ഞ ചിരിയുടെ ഭംഗിയല്ല, ഏറ്റവും വൃത്തിയായിട്ട ചിരി. അതുകൊണ്ട് അങ്ങനെയല്ല, നമ്മളെ ചിരിപ്പിക്കുക. ചിരി മരുന്ന് ചിരിക്കുന്നതാണ് നമ്മള് മരുന്ന്. അപ്പം കൂടുതൽ തോറ്റു വരില്ല ചിരിയുടെ കാര്യത്തിൽ.
ആ ക്യാരക്ടറിന് സ്ക്രീൻ സ്പേസ് വളരെ കുറവാ. പക്ഷെ ആ ക്യാരക്ടറിനെ നമ്മള് സിനിമയിൽ വിശ്വസിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു സിനിമ വർക്കാവില്ല. വർക്കാവില്ല. മെറിനില്ലെങ്കിൽ എന്നല്ല, ആ ക്യാരക്ടർ ആ ക്യാരക്ടറിന് പറ്റിയ ഒരാള് മെറിനായിട്ടല്ലേ ഇത്? അത് ഭയങ്കര ആപ്റ്റ് ആയിട്ട് ലാസ്റ്റ് കിട്ടി. മാത്യു, ഈ ഒരു സിനിമ ഇതിലൊരു പാട്ടിറങ്ങി, കാതൽ പന്മൻ പാട്ടിറങ്ങി. യൂട്യൂബിനകത്ത് അതിലെ കമന്റ്സ് എടുത്ത് നോക്കിയാൽ മൊത്തം വിജയ് ലുക്കില്, വിജയുടെ മകൻ മാത്യു വിജയ് മാത്യു, ഇങ്ങനെ ഫുൾ വിജയ് ആണ് കമന്റ്സിൽ മൊത്തം. ഇത് പറഞ്ഞല്ലോ, തളപതി കൂടെ ഉണ്ടല്ലോ. ദളപതി ഉണ്ടല്ലേ, ചിന്ന ദളപതി, കേരള ദളപതി. ഓക്കെ, എന്ത് തോന്നുന്നു? ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? വിജയ് ജൂനിയർ അങ്ങനത്തെ കമ്പാരിസനോട്, പക്ഷേ ഈ പറഞ്ഞ പോലെ കമ്പയർ ചെയ്യാൻ ഞാൻ ആരെയല്ല. ചെറിയ കലാകാരൻ. ഞാൻ പാവം ഈ കേരളത്തിലെ ഒരു ജോസഫ് കുരു. അല്ല, ഞാൻ പറഞ്ഞ പോലെ ആരുമല്ല വിജയ് സാർ എന്ന് പറയുന്ന ഒരു സ്റ്റാർ. ആസ് എൻ ആക്ടർ ആയാലും വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ ഒക്കെയാണ്. അപ്പൊ കമ്പയർ ചെയ്യുന്നതിൽ സന്തോഷം, പക്ഷെ കമ്പയർ ചെയ്യാൻ ഞാൻ ആരുമല്ല. അപ്പൊ അവന് സന്തോഷം. വേണ്ട ഇതൊക്കെ പിന്നെ തിരിച്ചൊക്കെ വരും. എന്തിനാ വെറുതെ. വിജയുടെ മകനായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരേ ഒരാളാണ് മാത്യു. ആക്ച്വലി അല്ല, എവിടെയോ പറഞ്ഞിട്ട് അങ്ങനെ വേറൊരു സ്ഥലത്ത് പറയുന്നത് കണ്ടു. അതെ ഞാൻ കോൺഫറൻസിൽ പറഞ്ഞതാ. പക്ഷെ ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഹിം? ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അത്. ഈ പറഞ്ഞ പോലെ സിനിമകൾ കണ്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറും എനിക്കൊരു റോൾ മോഡലൊക്കെയാണ് ഇന്നവേ. പക്ഷെ ഒരിക്കലും അഭിനയിക്കാൻ പറ്റുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടൊന്നുമില്ല. അത് ഭയങ്കര ഒരു സ്പെഷ്യൽ എന്തോ നടന്നു. അത് ഭയങ്കര, അതെ ഡെഫിനറ്റ്ലി. ഓക്കെ, മീനാക്ഷി, പണ്ട് കാലത്തൊക്കെ ഓരോ ആക്ട്രസ്സുകളെ നമ്മൾ ഈ സിനിമയിൽ എടുക്കുന്ന സമയത്ത് ദർ വർ ലോട്ട് ഓഫ് സ്റ്റീരിയോ ടൈപ്സ്. ലൈക്ക് നല്ല മുടി വേണം, നീണ്ട മുടി വേണം, മെലിഞ്ഞിരിക്കണം, അങ്ങനെ ഒരുപാട് സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പൊ നമ്മൾ അതൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നീണ്ട മുടിയില്ല, അപ്പൊ അങ്ങനത്തെ ഒരുപാട് സ്റ്റീരിയോ ടൈപ്സ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ വെൻ യു ഫസ്റ്റ് കെയിം ടു ദിസ് ഇൻഡസ്ട്രി, അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റീരിയോ ടൈപ്പ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് അങ്ങനത്തെ ഒരു തോട്ട്സും പോയിട്ടില്ല, എനിക്ക് ഫേസ് ചെയ്യേണ്ടിയും വന്നിട്ടില്ല. നമുക്ക് ചെയ്യുന്ന ക്യാരക്ടർ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് എങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് വേയിൽ, അത് ഏറ്റവും ഭംഗിയായിട്ട് ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ മൈൻഡിൽ. അല്ലാതെ വേറെ റാൻഡം തോട്ട്സ്, അങ്ങനെ ഒരു പ്രോബ്ലംസോ ഇങ്ങനത്തെ തോട്ട്സ് വന്നിട്ടില്ല. ഓക്കെ, വാഴയില് ഇപ്പം സാർ പറഞ്ഞ പോലെ വാഴയില് ഒരു ഭയങ്കര ഒരു ടോംബോയിഷ് മുടിയൊക്കെ വെട്ടി ജീൻസ് ഒക്കെ ഇട്ട് ഷോർട്ടൊക്കെ ഇട്ട് നൈറ്റ് റൈഡ് ഒക്കെ പോകുന്ന ഒരു ടോംബോയിഷ് ക്യാരക്ടറാണ്. ആൻഡ് കമ്മിങ് ടു ദിസ് മൂവി ഭയങ്കര ഫെമിനീൻ ആയിട്ട് ഹാഫ് സാരി ഒക്കെ എടുത്ത് അങ്ങനെ നടക്കുന്ന ഒരാളാണ്. ഹൗ വാസ് ദാറ്റ് ഷിഫ്റ്റ് ആൻഡ് വിച്ച് വൺ വാസ് ഈസിയർ ഫോർ യു? ഈസി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ വാഴ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യം വന്നുകൊണ്ടിരുന്നത് എല്ലാം ടോംബോയ്സ് ക്യാരക്ടേഴ്സ് റിപ്പീറ്റഡ്ലി വന്ന് അങ്ങനെ വന്നോണ്ടിരുന്നു. കുറയില്ല, കുറച്ചൊക്കെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വന്ന ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഒരു ലക്കായിട്ടാണ് കരുതുന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു നാടൻ പെൺകുട്ടി, ഗെറ്റപ്പും ഡിഫറെൻ്റ് ആണ്, മൊത്തം ക്യാരക്ടറിൻ്റെ മീറ്റർ എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, അതിങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒപ്പം ഈ ടീം നിന്നുകൊണ്ടാണ് എനിക്ക് ധന്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ പറ്റിയത്. ഇപ്പം നോഫ്ലിക്കായാലും എനിക്ക് പറഞ്ഞു തന്നത് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഞാനായിട്ടത് പ്രത്യേകിച്ച് ഇൻപുട്ടൊക്കെ ചെയ്ത് അങ്ങനെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇപ്പോൾ ജ്യോതിഷേട്ടനായാലും സുനിച്ചേട്ടനായാലും ധന്യനെ എഴുതി വെച്ചതും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ മെൽവി, കോസ്റ്റ്യൂം മെൽവിയാണ് ചെയ്തത്, മേക്കപ്പ് റോണക്സ് ഏട്ടനാണ് ചെയ്തത്. അപ്പം ഇവരെല്ലാവരും ഒരുമിച്ച് വന്നപ്പോഴാണ് എൻ്റെ ക്യാരക്ടർ എനിക്ക് നല്ലോണം പുൾ ഓഫ് ആയി വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഓഡിയൻസ് ആണ് പറയേണ്ടത്. ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവരോടും കൂടിയാണ് സോഷ്യൽ മീഡിയക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ആക്ടേഴ്സ് ആണെങ്കിൽ ഇപ്പൊ പ്രൊമോഷൻസും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആക്ടറായിട്ട് നിലനിൽക്കാൻ സോഷ്യൽ മീഡിയ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിലനിൽക്കാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? സോഷ്യൽ മീഡിയ ഇല്ലാതെ നിലനിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ട്, നമുക്ക് മാതൃകയായിട്ടുണ്ട്. പക്ഷേ
അല്ല ഇപ്പൊ റീസെന്റ് ഐശ്വര്യ ലക്ഷ്മി ആക്ട്രസ് ഡീആക്ടിവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊരു വലിയ റിസ്ക് ആണ് എന്നും പറയാം. ബിഗ് സ്റ്റെപ്പ് ആണ് അത്. പക്ഷെ ഐശ്വര്യലക്ഷ്മി ഇപ്പൊ കുറെ നാളായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, ഒരു ബോഡി ഓഫ് വർക്കും ഉണ്ട്. പക്ഷെ ബിഗിനർ ആക്ടേഴ്സിന് എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്യുമെന്നും അറിഞ്ഞൂടാ. സോ ഇതിനൊരു ആൻസർ ഇല്ല, സോഷ്യൽ മീഡിയ വേണ്ട അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വേണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലവർ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ റീൽസ് കണ്ടിട്ടാണ് കുറെ സിനിമയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. അല്ലാതെ അങ്ങനെ അല്ലാതെ വഴി കൂടെ നടന്നു പോകുന്ന ആൾക്കാർ അങ്ങനെയല്ല. അത് സത്യം പറഞ്ഞ സിനിമയിൽ ലക്ക് എന്ന് പറയാൻ പറ്റില്ല. അത് അതൊരു സംഭവമാണ്. ഫോൺ ഉള്ളത് കൊണ്ട് അതിന് കാര്യമുണ്ട് എന്നുള്ളതൊന്നും പറയാൻ പറ്റുന്നില്ല. അല്ലാതെയും ആളുകൾക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയക്ക് ഒരു റോൾ ഉണ്ട്. എന്തോ ഒരു പരിപാടി ഉണ്ട്, അത്രേ ഉള്ളൂ. എന്തൊരു പരിപാടി. ഇപ്പോ ഹൊറർ സിനിമയുടെ ഒരു സമയമാണ്, ലോകമൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം നെല്ലിക്കമ്പൽ നൈറ്റ് റൈഡേഴ്സ് അങ്ങനെ ഒരു ഹിറ്റ് പാറ്റേൺ ഇന്റൻഷനലി ഫോളോ ചെയ്യുന്നുണ്ടോ? ഒരിക്കലും അല്ല. നമ്മള് ലോകമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സെയിം ടൈമിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യണം. ഒരിക്കലും അതുമായിട്ട് നമ്മളെ നാടനാ, ഓർഗാനിക്. അതെ. അല്ല അങ്ങനെ നമ്മള് പിന്നെ കുറച്ചൊരു കാലഘട്ടവും അങ്ങനത്തെ ഒരു പരിപാടി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതെ അതെ അതെ. എന്താണ് പുതുമ? എന്താണുള്ളത്? എന്തെങ്കിലും പുതുമയുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന കഥകളൊക്കെ തന്നെയാണ്, പക്ഷെ അതങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ കൂടുതലായി. അതെ അതെ. ഇതിപ്പോ നമ്മളിപ്പോ സ്ഥിരം കേട്ട് അറിയണ ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ നമ്മളൊരു സിനിമയായിട്ട് ആലോചിച്ചു എന്ന് വരില്ല. പക്ഷെ ഒരാൾ ഇപ്പോ സഭ വന്നിട്ട് പറയാണ് അങ്ങനെ ഒരു കഥ സിനിമ ആക്കിയാലോ എന്ന് തോന്നുമ്പോഴൊരു അത് കൊള്ളാലോ പരിപാടി, നമുക്കൊക്കെ അറിയാവുന്ന കാര്യം നമ്മൾ ആലോചിച്ചല്ലോ ഇത്ര നാള് എന്ന് പറയുന്ന ഒരു രസം അതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമ്മൾ കുറെ ഫോക്ലോർ കഥകളും കുറെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പേടിച്ചോണ്ടിരുന്ന അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ വായിത്തരുമ്പോൾ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പറയണ പേടിപ്പിക്കുന്ന കഥകളിലെ അതിന്നൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു മെയിൻ ഏരിയ തന്നെ നമ്മൾ പിടിച്ചിട്ടുള്ളത്. അല്ല ലോകമായിട്ട് അങ്ങനെ ലോകമായിട്ട് എന്നല്ല, ഒരു ഇങ്ങനത്തെ ഒരു ജോണറിലുള്ള ഒരു മുൻ സിനിമകളിൽ നിന്നും നമ്മൾ അങ്ങനെ ഒരു കോപ്പി പരിപാടി അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ഒരു പരിപാടി ഒരിക്കലും ഇല്ല. അപ്പം ഇതിന്റെ പാട്ടില് ഇപ്പൊ പാട്ട് ഇറങ്ങി കാതൽ പൊന്മൻ, അതിനകത്തും പിന്നെ നമുക്ക് ഫസ്റ്റ് ഗ്ലാൻസ് ഇറങ്ങി, എല്ലാവരും ഒരു ഡിഫറെന്റ് ഗെറ്റപ്പിലാണ് ഉള്ളത്. ഇത് ശരിക്കും ഏത് കാലഘട്ടത്തിലാണ് ഈ ഒരു? നമ്മളങ്ങനെ പ്രത്യേകിച്ചൊരു കാലഘട്ടം പറയുന്നില്ല. പക്ഷെ നമ്മളിപ്പോ ടീസർ അല്ലെങ്കിൽ ട്രെയിലറൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പടം കാണുമ്പോഴൊക്കെ KLW എന്നുള്ള നമ്പർ പ്ലേറ്റുകളാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഫോണില്ല. പക്ഷെ എന്നാൽ തന്നെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ സവാരി ഗിരി എന്നാണ് ഓട്ടോന്റെ പേര്, അല്ലെങ്കിൽ നമ്മള് റെഫറൻസുകൾ അല്ലെങ്കിൽ വിജയ് അങ്ങനത്തെ കുറച്ച് തമിഴ് കേരള ബോർഡറിലാണ് ഈ നെല്ലിക്കാമ്പൊയിൽ എന്ന് പറഞ്ഞൊരു നാടുള്ളത്. അപ്പൊ അങ്ങനത്തെ കുറെ റെഫറൻസുകളും ഇതൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു കാലഘട്ടം അല്ലെ ഫോണൊക്കെ ഇല്ലാത്തൊരു സമയം. ഈ കോസ്റ്റ്യൂംസ് ഇങ്ങനെ ഡിസൈൻ ചെയ്തത് അത് ഇന്റൻഷനലി അങ്ങനെ ഡിസൈൻ ചെയ്തതാണോ? എല്ലാം ഇന്റൻഷനലാണ്, ഒന്നും അറിയാണ്ട് സംഭവിച്ചിട്ടില്ല. ഞാൻ മെൽവിനോട് ഞാൻ പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതാണ് പരിപാടി നമ്മുടെ, അവന് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നമുക്കിങ്ങനെ ഒരു വേൾഡാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ആർട്ടിന് നമ്മൾ ലൊക്കേഷൻസ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്, അതിൻ്റെ ഒരു ആർട്ട് ഇങ്ങനെയാണ്, അപ്പൊ നീ എങ്ങനെ കോസ്റ്റ്യൂം ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അവൻ കുറെ ഓപ്ഷൻസ് പറഞ്ഞു തന്ന ഇങ്ങനത്തെ ഒരു പരിപാടി മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും ഫിക്സ് ചെയ്തതായിരുന്നു. ഓക്കെ. ഇപ്പം കറന്റ്ലി 3 സോങ്സ് ആണ് ഈ പടത്തിൽ റിലീസ് ആയിട്ടുള്ളത് അല്ലെ. അതില് വേടന്റെ പാട്ടുണ്ട്, ഗബ്രിയുടെ പാട്ടുണ്ട്. വേടന്റെ പാട്ടിന് പ്രത്യേകത പുള്ളിയുടെ ഒരു യൂഷ്വൽ വേ ഓഫ് സോങ് മേക്കിംഗ് കുറച്ച് ഡിഫറെന്റ് ആണ് ഇതിനകത്ത്. അപ്പം എങ്ങനെയാണ് മ്യൂസിക്, എങ്ങനെയാണ് ഇവരെ കൊണ്ടൊക്കെ ചെയ്യിക്കണം എന്ന് മുന്നേ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആദ്യമേ തീരുമാനമൊന്നുമില്ലായിരുന്നു. പിന്നെ എന്താ പറയാ, നമ്മൾ ഈ പറഞ്ഞ ഇതെല്ലാം ആഗ്രഹത്തിന്റെ പുറത്താണല്ലോ ലൈഫിന്റെ ഡ്രൈവ് എന്ന് പറയണേ. അപ്പോൾ നമുക്ക് നമ്മുടെ പടത്തിലൊരു ഏരിയയിൽ വേടന്റെ സൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഒരു ഹൈ തിയേറ്ററിൽ ഭയങ്കര അടിപൊളിയായിരിക്കും എന്നുള്ള തിരിച്ചറിവാണല്ലോ. അങ്ങനെയും കൂടെയാണ് ഈ വേടനെ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേടനെ പെട്ടെന്ന് കിട്ടിയില്ല, അങ്ങനെ അപ്രോച്ചബിൾ അല്ല വേടൻ, കാരണം അത്ര ബിസി ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ വേടൻ ഇല്ല, നമുക്ക് വേറൊരു ഓപ്ഷനിലോട്ട് പോവാന്ന് പറഞ്ഞപ്പോഴും എൻ്റെ നിർബന്ധമായിരുന്നു, പറ്റില്ല, വേടൻ വരും, എങ്ങനെയും വരും എന്ന് പറഞ്ഞു. അവസാനം വന്നു, കൊണ്ടുവന്ന് നേരെ പരിപാടി ചെയ്തു. അതുപോലെ തന്നെ എല്ലാവരും 8 സോങ് ഉണ്ട്. ഇനി റിലീസ് ആവാനുണ്ട്. ആഫ്റ്റർ റിലീസേ ഉള്ളൂ ബാക്കി.
ഒരു സിനിമ അതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ തമ്മിലൊരു ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ പെട്ടെന്ന് തന്നെ മിംഗിളായി. അപ്പം മിംഗിൾ ആവുന്നത് ആക്ച്വലി ഈ ഫിലിം മേക്കിങ്ങിനെ കുറച്ചും കൂടെ ഈസി ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും. പിന്നെ എങ്ങനെയാണ് അതിന്റെ ഒരു എഫക്ട് എങ്ങനെയായിരുന്നു പറയൂ. അത് പറ. അല്ല, ഇപ്പൊ ഞാനും സഭയും റോഷനുള്ള സീനുകളുണ്ട്. അപ്പൊ നമ്മൾ തമ്മിലൊരു എന്താ ഇപ്പൊ ക്യാരക്ടർ വൈസ് നോക്കുമ്പോൾ ശ്യാം എന്നുള്ള എൻ്റെ ക്യാരക്ടറും ഇവൻ നാട്ടിട്ട് വരുന്നതിന്റെ മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ വൺ ഓഫ് ദ ഉദ്ദേശമൊക്കെ ഇവന്റെ കൂട്ടുകാരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത്രയ്ക്ക് അറിയാം. ഇപ്പൊ ഇവൻ എന്തെങ്കിലും ഒരു ഇതൊക്കെ ചെയ്യണതിന് മുമ്പ് ഡെഫിനറ്റ്ലി ഇവൻ രാജശേട്ടൻ്റെ അടുത്തും കണ്ണൻ്റെ അടുത്തും ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ഇവർ പറയുന്നതാണ് കേൾക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവരില്ലാണ്ട് ചിലപ്പോൾ ശ്യാമിന് ഒന്നും അങ്ങനെ ഒരു ഇതില്ല. ശ്യാമിൻ്റെ മെയിൻ എല്ലാ പരിപാടികളും ഇവർക്കാണ്. എന്നാൽ അവർക്കറിയാത്ത കുറച്ച് കാര്യങ്ങളും ശ്യാമിനുണ്ട്. അല്ല അപ്പൊ ഞാൻ അതെ അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനും സഭയും റോഷനും തമ്മിൽ നമ്മൾ വന്ന് വെറുതെ രാവിലെ വന്നിട്ട് നമ്മുടെ പണി മാത്രം എടുത്തിട്ട് പോകും. അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ പരിപാടി മാത്രം നമ്മൾ വന്ന് എൻ്റെ പണി എടുത്തു ആ സഭ റോഷ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോണെങ്കിൽ അത് സ്ക്രീനിൽ വരില്ല. അത് മൂന്നും അറിയാത്തവർ നിന്ന് ഡയലോഗ് വായിക്കുന്ന പോലെ ഇരിക്കും. അപ്പം നേരെ തിരിച്ച് നമ്മൾ അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ടും നമുക്ക് എന്തും പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളൊരു ഫ്രീഡം ഉള്ളതുകൊണ്ടും നമ്മൾ സീൻ ചെയ്യുമ്പോഴും നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പം നമുക്ക് ആ ഒരു ക്യാരക്ടറൊക്കെ ആയിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ എന്താ അത് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര അറിഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്യും. അതെ അതെ. ഇപ്പൊ എന്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ നാട്ടിൽ നിന്ന് തിരിച്ച് ഇവർ ആദ്യമായിട്ട് കാണുന്നതാണ്. ബൈക്കിൽ വന്ന് ഇവരുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പൊ എനിക്കും നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഈ ക്യാരക്ടറിനെ. പറഞ്ഞ പോലെ നമുക്ക് സ്ക്രിപ്റ്റ് അറിയാം എല്ലാം. ഓൺ ഫസ്റ്റ് ഷോട്ട് തന്നെ അത്. അപ്പൊ ഞാൻ വന്നിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഐഡിയയിൽ നമ്മൾ തുടങ്ങുന്നത്. ഒരു 2 ദിവസം എടുക്കും നമുക്കും ക്യാരക്ടർ അല്ലെങ്കിൽ നല്ല ചില ഡെപ്തുള്ള സീനുകൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് എന്താ ക്യാരക്ടർന്ന്. അപ്പൊ ഞാൻ അവിടെ വന്നപ്പം നമ്മളപ്പോഴത്തേക്കും സെറ്റായി. ഞാനും സഭയും റോഷനും നമുക്ക് 4-5 ദിവസത്തെ പരിചയം, അതിൽ കൂടുതൽ പരിചയമായി. നമ്മൾ ഭയങ്കര സെറ്റുമായി. അപ്പൊ ഞാൻ അവിടെ ബൈക്കിൽ നിന്ന് സഭ വന്ന് റോഷൻ വന്നു ഇപ്പം എത്തിയെന്ന് ചോദിക്കുന്നു. അപ്പൊ സഭ അതിന്റെ എൻഡ് ആകുമ്പോഴത്തേക്കും സഭ ഒരു ചിരി വരും. അപ്പൊ അത് കണ്ട് എനിക്കൊരു സാധനം വന്നു. അപ്പോഴത്തേക്ക് റോഷൻ അത് ഏറ്റുപിടിച്ചു. അപ്പൊ ആ മൊമെന്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ. ഞാൻ ഇതുവരെ ചെയ്തേക്കുന്ന എല്ലാ സിനിമകളുടെ ഫസ്റ്റ് ഷോട്ട് എനിക്ക് പൊതുവെ ടെൻഷനാണ്, അല്ലെങ്കിൽ നമ്മളൊരു പേടിയിലാണ് ചെയ്യുന്നത്. പക്ഷെ ഇതെന്തോ അവിടെ ഒരു മാജിക് നടക്കുകയും അല്ലെങ്കിൽ ആ ഒരു ഞങ്ങളുടെ 3 പേരുടെ ഒരു ബന്ധം വർക്കൗട്ട് ആവുകയും ആ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എനിക്ക് ഭയങ്കര കണക്ട് ആയി ക്യാരക്ടേഴ്സുമായിട്ടും. അത് ഭയങ്കര അതാണ് അതിന്റെ ഒരു ബന്ധം ഡെഫിനറ്റ്ലി വേണം. അത് ഭയങ്കര അടിപൊളി മൊമെന്റും കൂടെ ആയിരുന്നു. ഇപ്പൊ ഞാനും ആദ്യമായിട്ടാണല്ലോ ഈ പരിപാടി. ഇവര് 3 പേരുടെ കോമ്പിനേഷനാണ് ആദ്യമായിട്ട് തന്നെ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അത് ജെല്ലാക്കുന്ന ഒരു പരിപാടി എങ്ങനെയാണ് ഒരു തുടക്കത്തിന്റെ ഒരു ട്രബിള് പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ മുതൽ പിന്നെ അങ്ങോട്ട് നമ്മൾ വലുതായിട്ട് ആലോചിച്ച് തുടങ്ങുക. അതായത് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തു ഇവരുടെ കംപ്ലീറ്റ് ഓരോ സീക്വൻസ് വൈസ് ഉള്ള എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നുള്ളതും എല്ലാം. അതാണ് ഇപ്പൊ പറയുന്നത്. എങ്ങനെ ഇംപ്രൂവൈസേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഇംപ്രൂവൈസിംഗ് ഒക്കെ ഉറപ്പായിട്ടും ഒരുപാട് സീൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് കണ്ടു ഇങ്ങനെ ഈ സീൻ പറ്റില്ല, ഇത് മാറ്റണം അങ്ങനെ പറയുന്നതായിട്ട്. അത് സഭ കറക്റ്റ് ആയിട്ട് പറയും. അങ്ങനെയല്ല, പൊതുവെ ഈ പറ്റില്ലാന്നൊന്നും അല്ല, അങ്ങോട്ട് ഇങ്ങോട്ട് മാറി വരുന്ന സമയത്ത് അത് മാറുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നെ ജ്യോതിച്ച് വിളിച്ചു ഒരു ദിവസം. തെണ്ടി സ്ക്രിപ്റ്റ് പോരാല്ലേ, സ്ക്രിപ്റ്റ് പോരാന്നല്ല ഞാൻ പറഞ്ഞത്. ഈ സീനിൽ കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ, അതായത് സ്ക്രിപ്റ്റ് പോരാന്ന് അല്ല കേട്ടോ, അല്ല അങ്ങനെയല്ല. എന്തൊക്കെ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ചെയ്യാന്നുള്ളതാണല്ലോ ആ മൊമെന്റിൽ വന്നിട്ട്. എന്താന്ന് വെച്ചാല് നമ്മള് ഇവരെ പെർഫോമൻസിനനുസരിച്ചിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ സിനിമക്ക് നല്ലതായിട്ടാണ് തോന്നുന്നതൊക്കെ അത് അങ്ങനെ തന്നെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ പോകും. ഇപ്പൊ നൗഫലിക്ക് നമ്മളിപ്പോ പെർഫോം ചെയ്യുന്നതിന് മുന്നേ നൗഫലിക്ക് ആദ്യം നമ്മളുടെ ഒരു വേർഷൻ ചോദിക്കും. നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്ക്രിപ്റ്റ് ഇങ്ങനെ കാണാപ്പാടം പഠിച്ചിട്ട് ആ ഡയലോഗ് പറയാതെ നിന്റേതായ ഒരു വേർഷൻ ആദ്യം കാണിക്കാൻ പറയും. അതിന്റെ ടോപ്പിലാണ് നമ്മൾ വേറെ പരിപാടികൾ, വേറെ എന്തെങ്കിലും മാറ്റണോ, അത് പിടിക്കണം, വേണ്ട അത് വേണ്ട, അല്ലെങ്കിൽ ഇത്, അങ്ങനെയാണ് നമ്മൾ ഓരോ പരിപാടികൾ ചെയ്യുന്നത്. സോ അത് നമുക്കൊരു നല്ലൊരു സ്പേസാ തരുന്നത്. ഒരു ഹിൻഡ്രൻസ് ഒന്നും ഇല്ലാതെ എന്ത് വേണേലും ഓപ്പൺ ആയിട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് നൗഫലിക്ക് എപ്പോഴും എല്ലാവർക്കും നല്ല രീതിയിൽ തരുന്നുണ്ടായിരുന്നു. സെറ്റില് എന്തെങ്കിലും അങ്ങനത്തെ ഫണ്ണി മൊമെന്റ്സോ അല്ലെങ്കിൽ ഓർത്ത് എന്തായാലും മറക്കില്ല എന്നുള്ള അങ്ങനത്തെ എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ? റോഷനെ കുറിച്ച് പറയാം. ഇവിടെ ഇല്ലല്ലോ റോഷൻ. സെറ്റിലെ ഫണ്ണി പീസ്
കേട്ട് എന്തെങ്കിലും ഒരു മൊമെന്റ് പറയും. ഇതിങ്ങനെ ഫണ്ണി പീസിനെ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഫണ്ണി പീസ് എന്നുള്ളത് ഇവരൊക്കെ എല്ലാരും ഫണ്ണി പീസുകളാണ് ഈ സെറ്റിൽ. അതാണ് ഇവർ ഉദ്ദേശിച്ചത്. വേറെ എന്തെങ്കിലും ഒക്കെ പറ, ഫ്രഷ് ആയിട്ട് പറ, റിപ്പീറ്റ്. അല്ല അങ്ങനെയല്ല, നമ്മള് നമ്മൾ എന്റർടൈൻ ചെയ്യുന്നത് മീനാക്ഷി നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് മീനാക്ഷിയാണ്. മീനാക്ഷി ഇല്ലെങ്കിൽ ചിലപ്പോ നമ്മള് എന്താ എല്ലാവർക്കും എന്നെ മതി. മീനാക്ഷി ഇല്ലാതെ പ്രൊമോഷനൊക്കെ കാറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് പലരും പല വഴിക്ക് പല സാധനങ്ങൾ വഴിക്ക് പല പിന്നെ കുറേ എന്തെങ്കിലുമൊക്കെ മീനാക്ഷിയാണ് ഇതെല്ലാം ഇങ്ങനെ നടത്തുന്നത്. മീനാക്ഷി ആണെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പില്ല. മീനാക്ഷി പിന്നെ ഞങ്ങൾ കോഴിക്കോട് പ്രൊമോഷൻ എന്തോ പോയപ്പോ കുറെ ഗെയിമുകൾ അതെ, ഒന്ന് രണ്ട് അടിപൊളിയാണ്. അടിപൊളി ഗെയിം. ഇവരിതൊന്നും സീരിയസ് അല്ലട്ടോ, നിങ്ങളെ കളിയാക്കുന്ന അല്ലേ? ഗെയിം പറയട്ടെ? വേണ്ട. ഇല്ല. മീനാക്ഷി ഇപ്പൊ അല്ല, അത് നമ്മളെന്തെങ്കിലും ഡൗൺ ആയിട്ടിരിക്കുക, അപ്പൊ നമുക്ക് കുറച്ച് വയ്യ, അപ്പൊ എന്നാ പോലും മീനാക്ഷി സമ്മതിക്കില്ല. ഒരാൾ വയ്യാണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായാൽ പോലും മീനാക്ഷി അയാളെ പോയി അതൊന്നും പറ്റില്ല, അങ്ങനെ ഇരിക്കണ്ട, നിങ്ങൾ ചിരിക്കേ. അതിപ്പോ അവളെ ഒരു കോമാളിയായിട്ടാണ് അവള് പ്രസന്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മളെ ചിരിപ്പിക്കും എന്നുള്ളതാണ്. അല്ല അങ്ങനെയല്ല, ഞാൻ നല്ലതാ ആക്ച്വലി നല്ലൊരു ക്വാളിറ്റി. അവള് അല്ല എല്ലാരും ചിരിക്കണം. ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ആണ് മീനാക്ഷി. പിന്നെ നമ്മള് നല്ലത് ഭയങ്കര എളിമയാ, നല്ലത് പറഞ്ഞാലും സ്വീകരിക്കത്തില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ, അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം? മീനാക്ഷി ആഫ്റ്റർ റിലീസ് പറയാൻ കുറെ കഥകളുണ്ട്. ചിലപ്പോ പറഞ്ഞ ശരിയാ. വേണ്ട, അത് എന്തിനാ വെറുതെ കിട്ടിയില്ലേ കണ്ടന്റുകളില്ല, പോരാ. നമുക്ക് ഇവിടെ ഇല്ലാത്ത ആരെങ്കിലും കുറിച്ച് പറയാം. ഓക്കെ, റോഷൻ ഇവിടെ ഇല്ലാത്തോണ്ട് റോഷനെ പറ്റി നമുക്ക് പറയാം. റോഷൻ ഭയങ്കര അടിപൊളിയാണ് ആക്ച്വലി. ഞാൻ ഫസ്റ്റ് ടൈം ആണ് അവന്റെ കുറെ പരിപാടികൾ ഭയങ്കര രസമാണ്. ഇംപ്രൂവൈസ് ചെയ്യുന്ന ലീഡ് ചെയ്യുന്നത് അതെ റോഷനായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഇവരെ മോശമായിട്ട് പറയണല്ല കേട്ടോ, അവൻ ബോൺ ഫോർ സിനിമ എന്ന് പറയുന്ന മെറ്റീരിയൽ. അവൻ എന്താ പറയാ, ഭയങ്കര അനായാസമായിട്ടാണ് അവൻ അഭിനയിക്കുന്നത്. ഒരു ബൈ ബർത്തിലേ കിട്ടുന്ന ഒരു കഴിവെന്നൊക്കെ പറയണ പോലെ എനിക്ക് അതിനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അവന്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഇങ്ങോട്ട് പറയണ അത് നമുക്കൊന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഇത് കാണിച്ചാന്ന് പറയാം. അപ്പൊ ഞങ്ങള് പൊതുവെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്, ഞാൻ ചിലപ്പോ ഇങ്ങനെ സഭക്ക് ഒരുക്കൊക്കെ മനസ്സിലാവും. ഞങ്ങള് അങ്ങനെ ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു ഞങ്ങള്, എസ്പെഷ്യലി അതെ റോഷൻ. വാക്കുകൾ അതൊരു സംസാരം ഇല്ലാണ്ട് തന്നെ നമുക്കിപ്പോ ഒരു സീൻ കഴിഞ്ഞിട്ട് വന്ന് അപ്പൊ എനിക്ക് മനസ്സിലാവും ഓക്കെ നമുക്ക് ആ ഒരു എനർജി. അല്ല അത് എന്താന്ന് എനിക്കറിയില്ല, ഈ പറഞ്ഞ സിങ്കിന്റെ ആവാം. അത് ആദ്യമൊക്കെ മറ്റേ എന്താ ഉദ്ദേശിച്ചേ എന്നുള്ളത്, പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാവും, പുള്ളിക്ക് ഉദ്ദേശിക്കുന്നൊക്കെ മനസ്സിലാവും വാക്കുകളില്ലാണ്ടായാലും. പിന്നെ അങ്ങനത്തെ ഒരു സെറ്റാണ്, ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ അവന് തോന്നുന്നു, എനിക്ക് ഒരു ഗുഡ് തോന്നുന്ന സമയത്ത് എക്സ്പ്രഷൻസ് ക്ഷാമമില്ല പുള്ളിക്ക്. ഒന്ന് 2-3 ഒക്കെ അങ്ങോട്ട്, പിന്നെ ഈ ഒരു റിയാക്ഷൻ്റെ അവിടെ ഒരു 2-3 കിട്ടും. അല്ല പിന്നെ അത് മാത്രല്ല, ഈ സീനിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മള്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ. പക്ഷെ ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് അവൻ ചിന്തിച്ചൊരു എക്സ്പ്രഷൻ ഒക്കെ കൊണ്ടുവരും. ആക്ടിങ്ങിന്റെ മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, റോഷൻ ഈ ടെക്നിക്കാലിറ്റീസ് പഠിക്കാനും ക്യാമറയില് പിന്നിൽ നിന്നിട്ട് അവരെന്ത് ലൈറ്റ് അത് യൂസ് ചെയ്യുന്നത്, ഏത് ഫ്രെയിമിലാണ്. എന്റെ അടുത്ത് ഒരു ദിവസം നമ്മളൊരു ഷോട്ട് ഇരുന്നപ്പോ, നീ അത് ഏത് ലെൻസ് അവര് വെച്ചെന്ന് നോക്കിയാ, ഞാൻ ലെൻസ് അങ്ങനെയല്ല, മീനാക്ഷി പറഞ്ഞു അത് ഇതല്ലേ, മീനാക്ഷി പറഞ്ഞു. ഞാൻ റോഷനും തമ്മിൽ കുറച്ച് ലെൻസ് അവന് എനിക്ക് കുറെ പറഞ്ഞു തന്നിട്ടുണ്ട് അവൻ. അപ്പൊ അവൻ ആ ടെക്നിക്കൽ സൈഡും എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാള്, നോട്ട് ജസ്റ്റ് ആക്ടിങ്. അപ്പൊ അതിലൊക്കെ ഇതുണ്ട്. Okay. And you also have Vishnu Agastya. Yes. He's also bringing a theatre background. പിന്നെ ഒരുപാട് നല്ല വേഴ്സറ്റൈൽ ക്യാരക്ടേഴ്സ് ആണ് പുള്ളി ചെയ്തിട്ടുള്ളത്. RDX-ല്, പിന്നെ ഇപ്പം അടുത്ത് 4.5 സംഘം എന്ന് പറഞ്ഞിട്ട് സീരീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് പുള്ളിയുടെ ഒരു കാസ്റ്റിംഗ് ഇതിലോട്ട്? അത് ആക്ച്വലി കാസ്റ്റ് ചെയ്തത് വേറൊരാളെയാണ്, ഞാൻ ഇപ്പൊ പേര് പറയാനില്ല. ഏകദേശം ഓക്കെ ഒക്കെ പറഞ്ഞു. പിന്നെ ഡേറ്റ് ക്ലാഷിന്റെ മേളിൽ വേറൊരു സിനിമ ആ സമയത്ത് തുടങ്ങിയത് ഡേറ്റ് മാറേണ്ടി വന്നതിന്റെ പേരിൽ. അപ്പോൾ ഈ ദിവസം ഈ ക്യാരക്ടറിനെ വെച്ച് ഷൂട്ട് ചെയ്യണത് ഒരു 4-5 മണിക്കൂർ മുന്നേ വരെ വിഷ്ണു അഗസ്ത്യ എന്ന് പറഞ്ഞ ആളില്ല. അപ്പൊ പ്രൊഡ്യൂസർ
കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള, എനിക്കും അറിയില്ല, വ്യക്തിപരമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. അന്നത്തെ ദിവസം കറക്റ്റായിട്ട് വിഷ്ണുവിടെ എത്തി. ഒരു പേപ്പറും കൊടുത്തത് വായിച്ച് പഠിച്ചോട്ടോ, പെട്ടെന്ന് വാ, താടിയൊക്കെ കളഞ്ഞേക്കുന്നു. സ്പോർട്ടിലാണ് പുള്ളി ജോയിൻ ചെയ്തത്. അതെ അതെ. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായില്ലേ? ഇല്ല, അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. ഇല്ല, അവന്റെ ആ ടെൻഷനും പരിപാടിയൊക്കെ ആക്ച്വലി അത് ഷൂട്ട് ടീം വിഷ്വലി ഇപ്പൊ കാണുമ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡയറക്ടർ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട് ആ പരിപാടി. വിഷ്ണുവിന്റെ നേരത്തെ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റ് ചേഞ്ച് ഉണ്ടല്ലോ, നമ്മൾ കണ്ട മുഖമല്ല. വിഷ്ണുവിനെ എപ്പോഴും നമ്മൾ ഗുണ്ടായിട്ടും വില്ലനായിട്ടും താടി വെച്ച് ലുക്ക് ഒക്കെ വെച്ച് നടക്കുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോ പോലീസ് ആയതുകൊണ്ട് ഓഫ് കോഴ്സ് താടി വടിക്കണം. വടിക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മിക്ക സിനിമകളിലും അതങ്ങനെ കാണിച്ചു പോയി, മലയ്ക്ക് മാലിട്ടത് കാരണം താടി പോലീസിന്. അപ്പൊ അത് വേണ്ട, വടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ചു. ഈ താടി വടിക്കാൻ പറ്റാത്തത് എന്തെങ്കിലും വേറെ കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ടാവല്ലോ. ഓക്കെ, അങ്ങനെ. അല്ലാതെ ഞാൻ എനിക്ക് പറ്റില്ല അങ്ങനത്തെ അതല്ല. അല്ല അളിയ വേറൊരു പ്രശ്നമുണ്ട്, എനിക്ക് താടി. പക്ഷെ പുള്ളി അത് അടിപൊളിയായിട്ട് ചെയ്തിട്ട് പോയി, വന്ന് ചെയ്തു പോയി. ഭയങ്കര രസമുള്ള പരിപാടിയാണ്, ക്യാമിയോ പരിപാടിയാണ്. അതെ, നമുക്ക് ആ ക്യാരക്ടറിന് റെഫറൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഫണ്ണ് വർക്ക് ആവണമായിരുന്നു ആ പരിപാടി. ആദ്യം എനിക്ക് ഡൗട്ട് ഉണ്ടായി, ഇത് വർക്ക് ആവോ ഫണ്ണ്, വിഷ്ണുവിനെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളതൊക്കെ. പിന്നെ അത് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ കഥയിലും തമാശക്ക് വേണ്ടിയിട്ട് ഒരു ക്യാരക്ടറിനെ കൊടുന്ന് പറയുന്ന തമാശയല്ല, അല്ലെങ്കിൽ തമാശയല്ല, അത് സാഹചര്യം ഭയങ്കര ഫണ്ണാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രസന്റേഷൻ കൂടെ ആയപ്പോ ഭയങ്കര ഞങ്ങളുടെ കൂടെയും പെട്ടെന്ന് ഭയങ്കരമായിട്ട് ജെല്ലായി. ഞങ്ങളും എനിക്ക് തോന്നുന്നു വിഷ്ണുചേട്ടനായിട്ട് എല്ലാവരും ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ള ഇപ്പൊ ഞാനൊന്നുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് പക്ഷെ പെട്ടെന്ന് വന്ന് ആ ദിവസം തന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ജെല്ലായി. എനിക്ക് തോന്നുന്നു വിഷ്ണുചേട്ടൻ ഒരു 5 ദിവസം 6 ദിവസം അടുത്ത് ഷൂട്ടും ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ അടിപൊളിയായിരുന്നു വിഷ്ണുചേട്ടനായിട്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റീല് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ്. എവിടുന്നാണ് ഈ ഒരു ഐഡിയ? ലൈക്ക് ഇങ്ങനെ സാധാരണ ഒരു മൂവിയുടെ റിലീസ് ഡേറ്റ് മാറ്റാന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ മാറ്റുന്നു, ഈ റീസൺ കൊണ്ടാണ് എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കും. അതിങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? സഭയാണ് അതിന്റെ ആശയം പറഞ്ഞു അങ്ങനെ ഒരു സാധനം ചെയ്തതല്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മള് പ്ലാൻഡേ അല്ല, അതിനുവേണ്ടി ഇപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത്തരം പരിപാടികൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഇങ്ങനെയൊക്കെ പലർക്കും പറ്റിക്കഴിഞ്ഞാൽ വൻ അടിപൊളിയാണ്. നമ്മുടെ ഇമേജ് ഒന്നും നോക്കാതെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ അത് സിനിമയ്ക്ക് ഗുണം ചെയ്യുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഷാബയുടെ ആശയാണ്. അതെ, ഞാൻ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ രാത്രി ചായ കുടിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയത്. എന്നാ നൗഫിക തേച്ചോ പക്ഷെ തേച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. എന്താണ് ആ ഒരു തോട്ടിന്റെ പിന്നിൽ? അല്ല, റിലീസ് ഡേറ്റ് മാറ്റി എന്ന് പറഞ്ഞു. എന്നിട്ട് ജ്യോതിഷാണ് നമ്മൾ വിളിച്ചത് സംസാരിക്കുന്നത്. അപ്പം അവര് അത് എന്താ വെച്ചിട്ട് റീലൊക്കെ ചെയ്യാൻ ഇത് തുടങ്ങി. അപ്പൊ എന്ത് റീല്? അപ്പം ഇത് കാന്താരനെ കണ്ട് ഓടുന്നു എന്നൊക്കെ പറഞ്ഞ് ആരോ പറഞ്ഞിട്ട് അങ്ങനെ ഒരു റീല് ചെയ്യുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പൊ അതിനുശേഷം ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരിക്കും ഇവരെന്തായിരിക്കും, ഏത് റീലായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചനയിൽ വന്നിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പൊ തന്നെ അപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ് നൗഫൽക്ക് രാത്രി വിളിക്കുന്നു, സാവേ നമ്മൾ അന്ന് വേറൊരു പരിപാടി പറഞ്ഞിട്ട് അതുപോലത്തെ ഇങ്ങനെ ഇവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, ഒരു റീല് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം വല്ല ഐഡിയയും നമുക്ക് അപ്പൊ തന്നെ ഞാനത് പറയുന്നു. ഞെട്ടിയായിരുന്നു. ഇല്ലല്ലേ? ഇല്ല, അത് എന്താണെന്ന് അറിയാം. ആക്ച്വലി അതിന്റെ പ്ലാൻ ഉണ്ടാവുന്നത് എടാ നമ്മള് പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു കാന്താര അടിച്ചു നിൽക്കുകയാണ്, നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ സിനിമ കാണുന്ന ആളുകളുടെ എണ്ണം കുറയും, നല്ല തിയേറ്റേഴ്സ് കിട്ടില്ല, ഷോസ് കുറയും. അപ്പോൾ നമുക്കിതെല്ലാവരും കാണിക്കണേ സിനിമ, കാരണം അത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഓവർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാക്കണതല്ല, വേണ്ട ബഡ്ജറ്റൊക്കെ തന്നെയുള്ളൂ. എന്നാൽ പോലും നമുക്കിതെല്ലാവരും കണ്ടാലേ വർക്കാവുള്ളൂ. കാരണം അത്രമാത്രം അതിൻ്റെ കുറച്ച് വർക്ക് ആവേണ്ട സിനിമയാണെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെയാണല്ലോ എല്ലാവരും സിനിമയാണ്. അപ്പോൾ അവർ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നീ വല്ല പോസ്റ്ററും കിട്ടും നമുക്ക് കാന്താരയുടെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു. നമ്മളൊരു സ്പെഷ്യൽ ക്യാരക്ടറിനെ ബാക്ക്ഗ്രൗണ്ടിൽ വലുതാക്കി വെച്ചിട്ട് ഇവന്മാർ 3 പേര് ഓടുന്ന ഒരു പോസ്റ്ററായിരുന്നു. ഇതല്ല ഓടുന്ന
ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള പോസ്റ്റർ, കഴിഞ്ഞ ദിവസം റിലീസ് ഡേറ്റ് പറഞ്ഞ പോസ്റ്റർ ഉണ്ടല്ലോ, അപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാന്താരയിൽ ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു അത് ഋഷഭ് ഷെട്ടിനെ വെച്ചിട്ട് യുവമാര് മുന്നിൽ ഓടിയത് കണ്ട് പേടിച്ച് ഓടേണ്ട പോലെ എന്നുള്ളൊരു പ്ലാൻ വേണ്ട. അത് ഭയങ്കര ഒരു നമുക്ക് തന്നെ അങ്ങോട്ട് വർക്കായില്ല. അങ്ങനെ വേണം. കോഴിക്കോട് കഴിഞ്ഞ ദിവസം വേടന്റെ പ്രോഗ്രാം നമ്മൾ ഉണ്ടായി കാലിക്കറ്റ് വെച്ച്. അപ്പോൾ അവിടുന്ന് ഭയങ്കര ഓപ്പൺ ആയിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ മൈക്കിലെ ആൾക്കാരോട് ചോദിച്ചു, കാന്താര എല്ലാരും കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഇഷ്ടപ്പെട്ടു. അതിന്റെ കൂടെ നമ്മള് കണ്ട റീക്രിയേഷനുകൾ കാണുമോ? ഇല്ല. എന്നാ പിന്നെ ഞങ്ങൾ മാറ്റിക്കോ. ശരിക്കും ഭയങ്കര ഒരു ഓണസ്റ്റ് അപ്രോച്ച് ആണ്. ആരും അങ്ങനെ ധൈര്യപ്പെട്ടില്ല അങ്ങനെ ചെയ്യാനായിട്ട്. വെരി ഓണസ്റ്റ് അപ്രോച്ച്. അല്ല, എനിക്ക് തോന്നുന്നു നമ്മള് പ്രൊഡക്ഷൻ ആയാലും നമ്മളെ എല്ലാരും ആയാലും മറ്റേ ഉള്ള കാര്യം പറഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ്. നമുക്കല്ലാണ്ട് മറ്റേ കയറ്റി പറയണ്ടേ, ഉള്ളത് പറയാ. മത്സരത്തിന് സിനിമ ചെയ്യാനുള്ളൊരു വിശ്വാസം എനിക്ക് എന്തായാലും ഇല്ല. നമ്മുടെ പ്രൊഡ്യൂസേഴ്സും അങ്ങനത്തെ ആൾക്കാരാണ്. മത്സരിക്കാനല്ലേ, ഈ ഒരു ആർട്ട് ആണ്, നമ്മുടെ അധ്വാനമാണ്. എല്ലാവരും കാണണം ഇത്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്ത സിനിമയാണ്. അത് തിയേറ്ററിൽ തന്നെ കാണണം. അല്ലാതെ പിന്നീട് എപ്പോഴും കണ്ടിട്ട് നല്ല അഭിപ്രായം കേട്ടിട്ടൊന്നുമല്ല. നമ്മൾ കിക്കായിട്ട് എല്ലാം കിട്ടുകയും കൊടുക്കുകയൊക്കെ ചെയ്യണതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കാന്താരയുടെ അത്രയും വലിയൊരു പ്രൊഡക്ഷൻ്റെ പരിപാടിയുടെ താഴെ നമ്മൾ പോയിട്ട് മത്സരിക്കണം നമ്മുടെ മണ്ടത്തരല്ലേ. അത് തിരിച്ചറിയാന്നുള്ളതാണ്. അങ്ങനെ ഓക്കെ, അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ആ ഒരു തിരിച്ചറിവുണ്ടാവും. ഇപ്പം ഞാൻ ഔട്ട് ഓഫ് ദി ടോപ്പിക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ ഒരു ട്രെൻഡിങ് ചർച്ചാ വിഷയമാണ് സുഡാനി ഫ്രം നൈജീരിയയിലെ വാച്ച് ആര് കൊടുത്തു എന്നുള്ളത്. സിൻസ് യു വർ ദി എഡിറ്റർ ഓഫ് ദ മൂവി, ആരാ ആക്ച്വലി ആ വാച്ച് കൊടുത്തത്? സൗബിക്കല്ലേ? അതെ, അല്ല അത് അവരുടെ മകൻ. അല്ല, അതങ്ങനെ പറയുന്നു. അപ്പൊ അത് നടക്കാത്തതുകൊണ്ട് പുള്ളി തന്നെ അത് സെറ്റ് ചെയ്ത് പറയുന്നുണ്ടല്ലോ പൈസ. അവരുടെ വിചാരം മകൻ കൊടുത്ത. അതെ അതെ. അല്ല, പുള്ളി അതിൽ ഒരു ഡയലോഗ് പറയണ്ടല്ലോ, പൈസ ഞാൻ എത്തിച്ചേക്കാന്ന്. ആൾക്കാർ നോട്ടീസ് ചെയ്തത് പൈസ ഞാൻ തരട്ടാന്ന് പറയുന്നത്. ഏതാ പൈസ? സൗബിക്ക കൊണ്ടെത്തുന്ന ആളുടെ അടുത്ത് പറയില്ല പൈസ എത്തിച്ചേക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അത് ആക്ച്വലി സൗബിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പോസ്റ്റർ ഒക്കെ ഇറങ്ങി. എന്റെ വിശ്വാസം ആ മജീദ് കൊടുക്കുന്നതായിട്ടാണ് അവരെ കൺവിൻസ് ചെയ്യാനായിട്ട്. അതിന് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് സുഖം തോന്നുന്നത്. നൗഫൽക്ക് തന്നെയാണ് ഈ മൂവി എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഡയറക്ട് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന സമയത്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷൂട്ടിങ്ങിലുള്ള പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാവല്ലോ. ഞാനൊരു 10-35 സിനിമ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ചില ഞാനതൊക്കെ നികത്തി ഞാൻ ഷൂട്ട് ചെയ്തു എഡിറ്റർ ആയതുകൊണ്ട് എന്നുള്ളൊരു അവകാശവാദം എനിക്കില്ല. പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എഡിറ്റർ ആയതുകൊണ്ട് അവിടെ ഫോൾട്ടുകൾ മനസ്സിലാവും. അല്ലെങ്കിൽ ചില പ്ലാനുകൾ മാറ്റാനും തിരിക്കാനും ഒക്കെ ഉള്ള ഒരു എന്താ പറയാ ഐഡിയ എന്നല്ല, അത് വന്നു പോണത്, അത് ചിന്തിച്ചുണ്ടാക്കണതല്ല. നമുക്ക് സ്പോട്ടിൽ തോന്നുന്ന ചില കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പദ്ധതികളില്ലേ. അപ്പൊ അതൊക്കെ തിരുത്താൻ ഒരുപക്ഷെ ഞാൻ വേറൊരു എഡിറ്റർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ചിലർ കാണില്ലായിരിക്കാം. പക്ഷെ എനിക്ക് ഏറ്റവും അറിയാവുന്നതും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളതും എഡിറ്റിങ്ങിലാണ്. അപ്പോൾ അത് ഞാൻ തന്നെ ചെയ്യണതാണ് നല്ലത് എന്ന് അതുകൊണ്ടാണ് ഞാൻ തീരുമാനിക്കുന്നത്. അല്ലാതെ ഞാൻ ചെയ്യുന്ന സിനിമ വേറൊരാൾ എഡിറ്റ് ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ടല്ല. മറ്റൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൽ എന്തെങ്കിലും കറക്ഷൻസ് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ആവശ്യമുള്ളത് എല്ലാവരെയും കൊണ്ടും ചെയ്യിപ്പിച്ചിടും. മ്യൂസിക് ഡയറക്ടേഴ്സിനെ കൊണ്ടാണെങ്കിലും അവരെ കൺവിൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അവരെ കറക്ഷൻസ് പറഞ്ഞു മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു കറക്ഷൻ ഒരു എഡിറ്ററോട് ഞാൻ എഡിറ്ററായിട്ടിരിക്കുക പറയുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ടാണ് ഞാൻ വേറൊരാൾക്ക് എഡിറ്റിങ് കൊടുക്കാറ്. ഇപ്പൊ ഉള്ള മൂവീസ് എല്ലാം എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഹൂക്ക് കൊടുത്തിട്ടാണ് എൻഡ് ചെയ്യാറ്. സിഗ്നൽ ടു പാർട്ട് 2 അങ്ങനെ എന്തെങ്കിലും ഈ മൂവിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, എൻഡ് ചെയ്യാൻ നമ്മൾ ഹുക്ക് കൊടുക്കുക പാർട്ട് 2 വേണ്ടിയിട്ടായിരിക്കില്ല. മേ ബി ഇറങ്ങി വരുമ്പോഴും ഒരു ഹിറ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു രസമാണല്ലോ. അങ്ങനെ ഒരു പാർട്ട് 2 പ്ലാൻ ഉണ്ടോ? ഇല്ല, കറന്റ്ലി ഒന്നുമില്ല. ഒക്ടോബർ 24 റിലീസ് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും റിലീസ് കഴിഞ്ഞാൽ ഒരുപാട് റിവ്യൂസ് വരും. ഇപ്പം യൂട്യൂബിലൊക്കെ ഒരുപാട് റിവ്യൂസ് വരുന്ന ടൈമാണ്. അപ്പം അങ്ങനെ റിവ്യൂസിനെ പേടിക്കുന്നു എന്തെങ്കിലും അങ്ങനത്തെ? ഇല്ല, റിവ്യൂ ആളുകൾ പറയണല്ലോ മീൻസ് എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്. നേരത്തെ മാത്യു പറഞ്ഞ പോലെ. അപ്പോൾ ഒരാള് റിവ്യൂ മോശം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മള്
അയാൾക്കും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പിന്നെ ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ അവർ നല്ലത് പറയാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യല്ല. അതൊരു ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായമല്ല ഒരാളുടെ റിവ്യൂ എന്ന് പറയണത്. അപ്പൊ അതിലങ്ങനെ ആക്ച്വലി വെയിറ്റിംഗ് ആണ് അവർ എന്താ തോന്നിയ എന്നറിയാനുള്ള സത്യത്തില് ഓപ്പണർ പേര് പറയണ കോക്കിന്റെ ഒക്കെ റിവ്യൂ ഉണ്ടല്ലോ. ഞാൻ പേഴ്സണലി എനിക്ക് എന്റെ വൈഫിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ പ്രസന്റേഷനും കാര്യങ്ങളും. എന്ന് വിചാരിച്ച് ആ സിനിമ കാണാതിരിക്കോ, അത് നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. ഒക്ടോബർ 24 റിലീസ്. അന്ന് തിയേറ്ററിൽ എത്തുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വാട്ട് ഷുഡ് ദേ എക്സ്പെക്ട് ഫ്രം ദിസ് മൂവി? ഇതെല്ലാം എന്നോട് എല്ലാവരോടും കൂടിയിട്ട്. മീനാക്ഷി ഒക്ടോബർ 24 നമ്മളുടെ നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് തിയേറ്ററിൽ എത്തുകയാണ്. വന്നാൽ ആരും ഡിസപ്പോയിന്റ് ആവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ഞങ്ങൾ ഫുൾ ടീമിനുള്ളത്. കാരണം അത്രയും എലിമെന്റ്സ് ഞങ്ങൾ ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാതരം എന്താ പറയുക, ആക്ഷൻ, റൊമാൻസ്, മിസ്റ്ററി, ത്രില്ലർ, എല്ലാ എലിമെന്റ്സും ഉള്ള ഒരു കംപ്ലീറ്റ് ഫുൾ പാക്ഡ് എന്റർടൈനർ ആയിരിക്കും ഞങ്ങളുടെ പടം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഈ സിനിമയുടെ ഭാഗം പറ്റിയാലും സിനിമയുടെ ഔട്ടിലൊക്കെ. സിനിമ വർക്കായോ ഇല്ലയെന്ന് പ്രേക്ഷകർ പറയട്ടെ. പക്ഷെ ഞാനാണെങ്കിൽ മറ്റേ കാര്യം പറഞ്ഞിട്ട് നിർത്താം, പ്രൊഡ്യൂസർ ഹാപ്പിയായ കാര്യം. അതായത് എൻ്റെ ഇത്ര ഒരു 10-18 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ 17 ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 9 വർഷത്തോളമായി. ഒരു 35ഓളം സിനിമകൾ എഡിറ്റ് ചെയ്തു. അതിൽ ഭൂരിഭാഗം സിനിമകളും എഡിറ്റ് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫസ്റ്റ് കട്ട് അല്ലെങ്കിൽ ഒരു വേർഷൻ പ്രൊഡ്യൂസർ കാണുമ്പോൾ അവിടെ തുടങ്ങുക പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിലുള്ള അടി. പിന്നെ ഒരു പരസ്പരം മിണ്ടില്ല, എൻ്റെ കാശ് കളഞ്ഞ്, അല്ലെങ്കിൽ അത്തരം സീനുകളൊക്കെ ആയിരിക്കും. ഭാഗ്യത്തിന് നമ്മുടെയൊക്കെ ഒരു ഹാർഡ് വർക്കിൻ്റെ കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടൊക്കെ ഞാൻ നമ്മുടെ പ്രൊഡ്യൂസർക്ക് ഇത് ഒരു ഫസ്റ്റ് കട്ട് കഴിഞ്ഞ് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ നോക്കിക്കോളാം, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം, സെറ്റ്. ആദ്യം നമ്മൾ അവർ കളഞ്ഞ കാശിന് അല്ലെങ്കിൽ ചിലവാക്കിയ കാശ് വർത്തിയാണോ എന്നുള്ളത് അവർ തന്നെ ഇത് കണ്ട് റിയലൈസ് ആണ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ലക്ക്. അപ്പോൾ ബാക്കിയെല്ലാം ഓഡിയൻ്റെ കയ്യിലാണ്. ഞങ്ങള് ഒന്നും പിശുക്ക് കാണിച്ചിട്ടില്ല, എല്ലാ ഐറ്റംസും ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, റാപ്പപ്പ് ചെയ്യാം. അപ്പൊ അതിന് മുന്നേട്ട് നമുക്ക് ചെറിയൊരു ടാസ്ക് ആണ്. ഇപ്പം ഇൻസ്റ്റയും യൂട്യൂബ് ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്, കലമാനെ പൊന്മാനെ, കാതൽ പൊന്മാൻ എന്നുള്ള പാട്ട്. അപ്പൊ അതിലെ ഒരു 4 വരികൾ മീനാക്ഷി പാടുന്നതാണ്. നമുക്ക് അതിന്റെ ഒരു റീൽ എടുത്തിട്ട് നമുക്കത് എൻഡ് ചെയ്യാം. ഓക്കെ, ഇവരെടുത്താ പോരെ, മുളയിലെ നുള്ളാനുള്ള. ഇവര് കളിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്, സാറ് കളിക്കുന്ന കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ ഡാൻസ് കളിച്ച് നാട്ടുകാരെ കാണിക്കാൻ ഒരു ഉദ്ദേശം എനിക്കില്ല. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us ടുഡേ. വി ഹാഡ് സോ മച്ച് ഫൺ. ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ബാക്കി തിരശ്ശീലയിലാണല്ലേ? ഓക്കെ, അപ്പൊ ഒക്ടോബർ 24 നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് റിലീസ് ചെയ്യുന്നത്. എല്ലാവരും മറക്കാതെ എവിടെ പോയി കാണണം? തിയേറ്ററിൽ പോയി തന്നെ കാണണം. This is Farah signing out. We'll see you again with another video on Inverted Studio. Bye.